അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വലാത്തൻ വസലാമൻ താമൻ അലാ റസൂലിഹിൽ അമീനി ലാ നബിയ്യ ബഅദു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഈ മഹാസംഗമത്തിന് ആമുഖം നിർവഹിച്ച ബഹുമാനനായ തങ്ങൾ, ഇതിന് സ്വാഗതം ആശംസിച്ച എൻ്റെ സുഹൃത്ത്, സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രൊജക്റ്റ് വിങ്ങിൻ്റെ ഉജ്ജ്വലനായ നേതൃത്വം പ്രിയപ്പെട്ട CT അബ്ദുൽ ഖാദർ, വേദിയിലെ ബഹുമാനരായ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഉമർ ഫൈലി മുക്കം, ആദരണീയരായ ത്വാഖ ഉസ്താദ്, മറ്റ് ബഹുമാനരെ, സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ വ്യത്യസ്തമായ ഒരു സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലിത് ആദ്യമായാണ് നമ്മുടെ സമ്മേളനത്തിൽ പുറത്ത് എന്ത് നടക്കുന്നു എന്ന് അറിയാത്ത വിധത്തിലുള്ള ഒരകം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിലെ ഒരു സവിശേഷത, സാധാരണ നമ്മുടെ സമ്മേളനങ്ങളിൽ നിന്നൊക്കെ വന്നു വരുന്ന പ്രവർത്തകർക്ക് ഉപരി മഹല്ല് ജമാഅത്തിൽ നിന്ന് നേരത്തെ രജിസ്റ്റർ ചെയ്ത നമ്മുടെ മഹല്ലിൻ്റെ നേതാക്കളും കാരണവന്മാരും ഇവിടെ നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറമെ എന്ത് നടക്കുന്നു എന്നതിനെ നമ്മൾ തൽക്കാലം ചിന്തിക്കാതെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നും അകത്ത് എന്താണ് നടക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു വിചാരമാണ് നമ്മുടെ ഈ ഒരു നല്ല വേളയിൽ നടക്കേണ്ടത്. മഹല്ല് ജമാഅത്തുകൾ എന്നത് ഒരർത്ഥത്തിൽ കേരളത്തിന് മാത്രം സവിശേഷമായി കിട്ടിയ, മറ്റു ലോകം കൃത്യമായി പഠിക്കാൻ സാധ്യതയുള്ള കേരളത്തിൻ്റെ ഒരു സ്വന്തം പ്രൊഡക്റ്റാണ്. ഒരു പള്ളി കേന്ദ്രീകരിച്ചുള്ള ഒരു സമൂഹം, പള്ളിക്ക് ഒരു നിർണിതമായ അധികാരം, ആ അധികാരത്തെ അനുസരിക്കുന്ന ഒരു ജനത, അതിന് വ്യവസ്ഥിതികൾ, സംവിധാനങ്ങൾ, അങ്ങനെയുള്ള ആയിരക്കണക്കിന് മഹല്ലുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പൊതു സ്വഭാവം, അതിന് നേതാക്കൾ, അങ്ങനെ മതകീയമായ വിചാരങ്ങൾക്കപ്പുറത്ത് ഒട്ടേറെ അധികാരങ്ങളും ഒട്ടേറെ ശക്തിയും ഒട്ടേറെ ഊർജവും സ്വരൂപിച്ചു നിൽക്കുന്ന ഒരു സംഘടന അല്ല ഒരർത്ഥത്തിൽ മഹല്ല് ജമാഅത്ത്. മറിച്ച് അതൊരു വ്യവസ്ഥിതിയാണ്, അതൊരു സംവിധാനമാണ്. ഈ വ്യവസ്ഥിതിയെ, ഈ സംവിധാനത്തെ കാര്യക്ഷമമായി ഉപയോഗിച്ചാൽ കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് ബഹുമാന്യരായ നേതാക്കൾ, സമുന്നതരായ നേതാക്കൾ നേരത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹല്ലുകളിൽ നടക്കേണ്ട മസ്ലഹത്തിനെക്കുറിച്ച്, മഹല്ലുകളിൽ നടക്കേണ്ട കൃത്യമായ ഇസ്ലാമിക ദഅവ പ്രവർത്തനങ്ങളെക്കുറിച്ച്, മഹല്ലുകളിലുള്ള സാമൂഹിക ഐക്യത്തെക്കുറിച്ച്, മഹല്ലിൻ്റെ സംഘബോധത്തെക്കുറിച്ച് ഒക്കെ നേതാക്കൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ നിലയിൽ നിലവിലുള്ള കേരളത്തിലെ മഹല്ല് ജമാഅത്തുകൾ എങ്ങനെ നിൽക്കുന്നു, എന്താണ് മഹല്ല് ജമാഅത്തുകളുടെ അകത്ത് നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ, നമ്മളതെങ്ങനെയാണ് മറികടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് നമ്മളിവിടെ നടക്കാൻ പോകുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, മറ്റു സമ്മേളനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ സമ്മേളനം നിങ്ങൾക്ക് ചില പ്രോഡക്റ്റുകൾ സംഭാവന ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ നാട്ടിലേക്ക് ചെന്നാൽ അടിയന്തരമായി മഹല്ല് കമ്മിറ്റി യോഗം കൂടിയിട്ട് ഒരു 6 മാസക്കാലത്തേക്കെങ്കിലും നിരന്തരമായി പ്രവർത്തിക്കാനുള്ള പദ്ധതികളുടെ ആലോചനകൾ ഇവിടെ വെച്ച് ഉണ്ടാകുന്നുണ്ട്. ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കുറേ മഹല്ലുകളെ നമ്മൾ ഒരുമിച്ച് അവതരിപ്പിച്ച്
മാതൃകാ മഹല്ലുകളെ പരിചയപ്പെടാനുള്ള ഒരു സന്ദർശന പരിപാടി കൂടി പ്രൊജക്റ്റ് വിങ്ങിൻ്റെ ആലോചനയുടെ ഭാഗമായിട്ടുണ്ട്. ബഹുമാന്യരായ ഉസ്താദുമാരും സംസ്ഥാന കമ്മിറ്റിയും അതിനെ സമ്മതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമ്മേളനം ഒരു സമ്മേളനത്തിന് വേണ്ടിയല്ല എന്ന് അടിസ്ഥാനപരമായി പറയാൻ ഈ സന്ദർഭത്തിൽ നമുക്ക് കഴിയണം. ഒരു മാസം മുമ്പ് കേരളത്തിലെ ഒരു മഹല്ലിൽ പുതിയ പെണ്ണിനെ പുതിയാപ്പളയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ ഒരു രംഗം, അതിന് സാക്ഷിയായ ഒരു സഹോദരൻ അവതരിപ്പിച്ചത് ഇങ്ങനെ. പള്ളിയുടെ കമ്മിറ്റിയുടെ ആളുകളുണ്ട്. തൊട്ടു മുമ്പേ മഹല്ല് ഖത്തീബ് ആ പള്ളിയിൽ വീട്ടിൽ ചെന്ന് പോയിട്ടുണ്ട്. പുതിയ പെണ്ണിനെ കൊണ്ടുവരുന്ന ഉച്ച നേരം കഴിഞ്ഞ് 2:30 മണിയായപ്പോൾ പെണ്ണിനെ ആനയിച്ച് കൊണ്ടുവന്നു. പെണ്ണുങ്ങൾ മാത്രമാണ് ആ സഭയിൽ പൊതുവെ ഉണ്ടാവുക. എന്നാൽ പരിപാവനമായ ഒരു നിക്കാഹ് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും പുതിയാപ്പളയുടെ വീട്ടിലേക്ക്, വരൻ്റെ വീട്ടിലേക്ക് കയറി വന്ന പെണ്ണിനോട് ഒരു കൊക്കയും കൊളുത്തും കൊടുത്തിട്ട് വിവാഹപ്പന്തലിൽ നൈലോൺ നൂലുകൊണ്ട് തൂക്കിയിട്ട പപ്പായ പറിക്കണം, അത് പറിച്ചാൽ മാത്രമേ നീ അകത്തേക്ക് പോകുള്ളൂ എന്ന് ശടിച്ച് കൂടെ നിന്ന ഒരു 10-15 ചെറുപ്പക്കാർ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ബന്ദി നാടകം പോലെ വിവാഹത്തിൻ്റെ ആദ്യത്തെ ദിവസം വരൻ്റെ വീട്ടിലേക്ക് വന്ന ഒരു പെണ്ണിന് അനുഭവിക്കേണ്ടി വന്ന വേദനയെക്കുറിച്ച് ഒരു സഹോദരൻ എന്നോട് പറയുകയുണ്ടായി. ഇത് വിവാഹത്തിൻ്റെ പേരിൽ മുസ്ലിം മഹല്ലുകളിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പള്ളിക്ക് ഒരു അധികാരമുണ്ട്, പള്ളി കേന്ദ്രീകരിച്ചൊരു വ്യവസ്ഥതയുണ്ട്. ആ വ്യവസ്ഥിതി ജനങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും ഇടപെടുന്ന ഒരു സംവിധാനത്തിലേക്ക് ഉയർന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മഹല്ല് ജമാഅത്തുകളും കേവല സംഘടനയായി മാറും. നമ്മൾ അധികാരം വളരെ ശുഷ്കിക്കും. അധികാരം ശുഷ്കിക്കുക എന്ന് പറയുന്നത് നിലവിൽ മഹല്ല് ജമാഅത്തുകളെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നേതാക്കൾക്ക് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. കേരളത്തിലെ പള്ളികളുടെ ജനറൽ ബോഡി യോഗം നടക്കുന്ന രീതി ഞാൻ 2 രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാം. അതിലൊന്ന്, ഒരു വലിയ ബാങ്ക് ഇലക്ഷൻ്റെ പ്രതീതിയിൽ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പേ ഒരുക്കുകൂട്ടങ്ങൾ നടത്തിയിട്ട് റിട്ടേണിംഗ് ഓഫീസറെയൊക്കെ നേരത്തെ കണ്ടുവച്ച് ആളുകൾ പരസ്പരം കുറേ കൂടിയാലോചനകളും വർത്തമാനങ്ങളും ഒക്കെ നടത്തി ഒരു മഹല്ലിൻ്റെ ഒരു സമിതിയെ തിരഞ്ഞെടുക്കുന്ന ആരവമുള്ള ഒരു ജനറൽ ബോഡി. അത് എവിടെ വെച്ച് നടന്നാലും ആളുകൾ വരും. അതിൽ വോട്ട് കൊടുക്കാൻ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാകും, സംവിധാനങ്ങളുണ്ടാകും. എന്നാൽ ഇതേ കേരളത്തിൽ രണ്ടാമത്തെ ഒരു മഹല്ല് ജമാഅത്തിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആ പള്ളിയിൽ ജുമുഅക്ക് ഇമാമ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുന്നതിന് മുമ്പേ ജനറൽ ബോഡി യോഗത്തിൻ്റെ ഫാത്തിഹ വിളിക്കണം, എന്നാലേ ആളുകൾ ഇരിക്കുള്ളൂ. ഇരുന്ന് കഴിഞ്ഞാൽ പ്രവർത്തക ഈ സമിതിയിൽ അംഗീകരിച്ച ജനറൽ ബോഡിയുടെ കണക്കും റിപ്പോർട്ടും അവതരിപ്പിക്കുന്നത് വരെ ഒരു 50% ആളുകൾ ഇരിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് പേര് എണീറ്റ് പോകും. അവസാനം ബാക്കിയുള്ള 13-15 ആളുകളെ ചേർന്നിട്ട് ഭരണഘടനാനുസൃതമായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി പിരിയുകൽ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. നേരത്തെ പിരിഞ്ഞുപോയ ആളുകളുടെ റോൾ എന്താന്ന് പറഞ്ഞാൽ, അവർ പീടികയിൽ നിന്നിട്ട് അഭിപ്രായം പറയും. എല്ലാ നാട്ടിലുമുണ്ട് പീടികയിലുള്ള ചില ചർച്ചകളും വർത്തമാനങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ. ഇങ്ങനെ 2 രീതിയിലുള്ള മഹല്ല് കമ്മിറ്റികളെ നമുക്ക് കാണാൻ പറ്റും. ചില ജനറൽ ബോഡി കഴിഞ്ഞ് കമ്മിറ്റിയുടെ ആദ്യത്തെ യോഗം തന്നെ അവർ മഹത്തായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുക. അതായത് ഹൗദിൻ്റെ ടൈൽസ് മാറ്റി വെക്കണം, മിനാരത്തിൻ്റെ എണ്ണം കൂട്ടണം, ഏണിപ്പടി ഒന്ന് വലുതാക്കണം, ഉസ്താദിൻ്റെ റൂം ഇപ്പുറത്തേക്ക് മാറ്റിപ്പണിയണം, മുറ്റമൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യണം, പിന്നെ അതിൻ്റെ മേലെ ഷീറ്റ് ഇടണം. ഇങ്ങനെയെല്ലാം കൂടി ഇത്തരം പണിക്കാർക്ക് വലിയ ദൗത്യം കൊടുക്കുന്ന, അതിനുവേണ്ടി ഗൾഫിലേക്ക് പെട്ടെന്ന് വിളിച്ച് കമ്മിറ്റിയിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ വാങ്ങിച്ച്
നമ്മൾ ഈ വർഷം നടത്താൻ പോകുന്ന പദ്ധതികൾ റബീഉൽ അവ്വലിൻ്റെ സമ്മേളനത്തിൽ, നബിദിനത്തിൻ്റെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന വലിയ മഹത്തായ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തെ മഹല്ലുകാർക്കും തോന്നും ഇത് ശരിയാവില്ലല്ലോ, നമുക്കും വേണ്ടേ. അപ്പോൾ അടിയന്തരമായിട്ട് അവർ യോഗം കൂടിയിട്ട് ഇൻ്റർലോക്ക് ബിസിനസ്സുകാരുടെ ഒരു പരിപാടി വേറൊരു ഭാഗത്ത്, ഷീറ്റിടുന്ന ബിസിനസ്സുകാരുടെ ഒരു പരിപാടി വേറൊരു ഭാഗത്ത്. ഈ നിലയ്ക്ക് ചെയ്യാവുന്ന, ഭൂമിയോടും പ്രകൃതിയോടും ഏതൊക്കെ നിലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന നിലക്ക് പള്ളിയുടെ പരിസരത്തിലേക്ക് കയറി നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഗ്ലാസുകൾ ഇങ്ങനെ ഇട്ടേച്ചിട്ടുണ്ട്. പള്ളിയുടെ പരിസരത്ത് കുറേ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഒരു ഭാഗത്ത്, കുറേ ഇലകളും കടലാസുകൾ ഇട്ടിട്ടുണ്ട് വേറൊരു ഭാഗത്ത്. ഞാൻ ചോദിച്ചു, ഇതെന്താ പള്ളിയുടെ ഒരു പരിസരം ഒരല്പം വൃത്തിയിലൊക്കെ വരണ്ടേന്ന് ചോദിച്ചപ്പോൾ ധീരമായി പറഞ്ഞ മറുപടി, ഇന്നലെ രാത്രി ഇവിടെ സ്വലാത്ത് മജ്ലിസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി പത്രമാണ്. കണ്ടോ, ഒരു സ്വലാത്ത് മജ്ലിസിന് നമ്മൾ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? അത് കഴിഞ്ഞാൽ 10 വളണ്ടിയർമാർ ഒരു സഞ്ചിയുമായി ഓടി നിന്നിട്ട് പ്രകൃതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി പ്രകൃതിപരമായി അത് എവിടെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യുന്നൊരു സംവിധാനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞൊരു ആലോചന പലപ്പോഴും നമുക്ക് ഉണ്ടാകില്ല. പാതി വെന്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും മഹല്ല് ജമാഅത്തുകളുടെ കീഴിൽ ഉണ്ടാകുന്നു. സംഘടനകളുണ്ടല്ലോ, ശരാശരി സംഘടനകൾ പൊതുവെ പുറത്ത് നടത്തുന്ന പരിപാടികളെല്ലാം മഹല്ല് കമ്മിറ്റികളും ഏറ്റെടുക്കുക. ഇതിനെ ഒരു വ്യവസ്ഥിതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇതിനെ ഒരു സംവിധാനമെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഇത് ജനാധിപത്യ രാജ്യത്തിൽ ഉള്ള ജനാധിപത്യ വ്യവസ്ഥിതികളെ അംഗീകരിച്ചുകൊണ്ടുള്ള മിനി ഇസ്ലാമിക ഖിലാഫത്ത് എന്ന രീതിയിൽ നമുക്കിതിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ആലോചനകളിൽ കാലികമായ മാറ്റങ്ങൾ ഉണ്ടാകണം. എന്തുകൊണ്ട് നമ്മളങ്ങനെ സംസാരിക്കുന്നു? ഇന്ന് ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്ത് ഒരു മണിക്കൂറുകൾ ചെലവഴിച്ചു വന്ന ഒരാളാണ്. ഏത് പ്രദേശമെന്ന് ഞാൻ പറയില്ല. അവിടുത്തെ മഹല്ല് കമ്മിറ്റിക്കാരെ ഞാൻ പ്രശംസിക്കുന്നു. ഒരുപക്ഷെ ഈ വേദിയിലുണ്ടാകും, സദസ്സിലുണ്ടാകും. അവരാ പ്രദേശത്തെ 160ഓളം വരുന്ന പെൺകുട്ടികളെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു. ആണുങ്ങൾ ആരുമില്ല. 9:30 മണി മുതൽ 3 മണി വരെ ആ പെൺകുട്ടികൾ ഈ വിനീതൻ്റെ മുന്നിലുണ്ടായിരുന്നു. അവരെ ചിന്തിപ്പിച്ചത് എന്താ? അവരുടെ മഹലിലെ പെൺകുട്ടികൾ എവിടെയോ പ്രേമബദ്ധരാവുകയും എങ്ങോട്ടോ മനസ്സു മാറുകയും മനസ്സു മാറിയിട്ട് മതം മാറുകയും ചെയ്യുന്നൊരു സാധ്യതയുണ്ടാകുമ്പോൾ നമ്മൾ വെറുതെ പൊങ്ങച്ചത്തിൽ കെട്ടിയാടിയതുകൊണ്ട് കാര്യമില്ല. എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ച് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറായ ഖത്തീബും മഹല്ല് കമ്മിറ്റി അംഗങ്ങളും കൂടിയാലോചിച്ചുണ്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ് അൽഹംദുലില്ലാ എന്ന് എനിക്ക് ആ പ്രദേശത്ത് കാണാൻ പറ്റിയത്. അതുകൊണ്ടാണ് പറയുന്നത്, കാലം വളരെ വേഗത്തിൽ മാറുന്നുണ്ട്. കുട്ടികളുടെ മനസ്സിൽ, ചിന്തയിൽ വേറിട്ട മാറ്റങ്ങളുണ്ട്. വിഷ്വൽ മീഡിയ എല്ലാത്തിനെയും ആഞ്ഞുപിടിച്ച് മുന്നോട്ട് പോകുന്നൊരു ഘട്ടമുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ ചിഹ്നങ്ങളെ മാത്രം പൊലിപ്പിച്ചു കാണിച്ച് പ്രവർത്തിച്ചാൽ ശരിയാവില്ല എന്ന തീരുമാനമെടുക്കാൻ ഈ സമ്മേളനം കൊണ്ട് നമുക്ക് സാധിക്കും, അത് ഉറപ്പാണ്. അപ്പം എന്താണ് വേണ്ടത്? ഒന്ന്, മഹല്ല് ജമാഅത്തിനെ ഒരു കേവലമായ സംഘടന എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. മഹലിൻ്റെ എല്ലാ സംഘടനകളും എല്ലാ ആളുകളും ഈ ഒരു സംവിധാനത്തിൻ്റെ വലിയ കുടയുടെ കീഴിലേക്ക് വരുന്ന നിലക്കുള്ള ദിഷണാപരമായ, നേതൃപരമായ, ചിന്താപരമായ വളർച്ച നമുക്കുണ്ടാകണം. കേരളത്തിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാം നമ്മൾ തുടങ്ങിയിട്ട് 1 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിയുടെ പ്രതിവചനം ഒരുപക്ഷെ നിങ്ങൾക്ക് ഡോക്യുമെൻ്ററിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ CD-യിൽ നിങ്ങൾക്ക് കിട്ടും. ഒരു പെൺകുട്ടി പറഞ്ഞ വാക്കിങ്ങനെയാണ്: ഈ കോഴ്സ് നേരത്തെ തുടങ്ങിയിരുന്നുവെങ്കിൽ എൻ്റെ ഇത്താത്താന എൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെടില്ലായിരുന്നു. ബസ് ഷെൽട്ടറിലിരിക്കുന്ന കുട്ടികളുണ്ട്. രാത്രി മഗ്‌രിബ് കഴിഞ്ഞ് പാതിര വരെ ബസ് ഷെൽട്ടറിലിരിക്കുന്ന കുട്ടികൾ. രാത്രിയായിട്ട് ഉറങ്ങാതെ വാപ്പ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ ഉമ്മ അടുക്കള വാതിൽ തുറന്നു വെച്ചിട്ട് വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത ഉമ്മ മെല്ലെ ഞെക്കിയിട്ട് മോന് മെസ്സേജ് കൊടുക്കുന്നു: മോനെ, പുറത്ത് വാപ്പയുണ്ട്, നീ ഇപ്പുറത്തൂട്ട വന്നേക്കണം, ഉമ്മക്ക് പേടിയാ, ഉപ്പയും കുട്ടിയും തമ്മിൽ എന്തോ സംഭവിക്കും.
കേരളത്തിലെ മുസ്ലിം കൗമാരം, മുസ്ലിം യൗവനം എങ്ങനെ ചിന്തിക്കുന്നു എന്നാലോചിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അവൻ കൊള്ളരുതാത്തവനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവൻ കള്ളുകുടിക്കുന്നവനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവൻ കഞ്ചാവിൻ്റെ അടിമയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവനെ ആകർഷിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ മഹല്ല് കമ്മിറ്റിയാണ് ഏറ്റെടുക്കേണ്ടത്. അത് പുറത്തുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. അതിനുള്ള സംവിധാനം ഉണ്ടാകണം, അതിനുള്ള സാധ്യതകൾ ഒരുങ്ങണം, അതിന് സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അത് നമ്മുടെ അജണ്ടയുടെ ഭാഗമായി വരണം. ഒരു മുസ്ലിം ഉമ്മത്തിൻ്റെ വിവാഹ വണ്ടി പോകുന്നതും മറ്റു മതത്തിലെ വിവാഹത്തിൻ്റെ ബസ് പോകുന്നതും ആ വണ്ടിയുടെ പോക്കും അതിലെ അച്ചടക്കവും ഒതുക്കവും കണ്ടാൽ മനസ്സിലാകുമെന്ന് എന്നോട് ഒരു മുസ്ലിം സഹോദരൻ തന്നെ പറഞ്ഞു. ഞാനും അതിനുശേഷം വിവാഹ വണ്ടികൾ ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. നമ്മളൊരു വണ്ടി പോകുമ്പോൾ അതിലെ ബഹളവും പാട്ടും പാട്ടിൻ്റെ ഒതുക്കമില്ലായ്മയും ഒക്കെ പുറത്തേക്ക് വരും. എന്നാൽ മറ്റൊരു മതവിഭാഗത്തിൻ്റെ വണ്ടി പോകുന്നിടത്ത് പോലും അതിൻ്റെ ഒരു ശാന്തതയും നിശബ്ദതയും, ഒരുപക്ഷെ അവരുടെ വിവാഹത്തിൻ്റെ തലേ ദിവസം മദ്യം ഉപയോഗിക്കുന്നുണ്ടാകാം, പക്ഷെ അതിൻ്റെ ഒരു ശാന്തതയും ഒതുക്കവും എവിടെയോ കാണാനുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം. എവിടെയോ അടിസ്ഥാനപരമായി മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ അധികാരത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിലേക്കുള്ള വളർച്ചയാണ് ഇതിൽ ഒന്നാമത്തെ പടി. മഹല്ല് എല്ലാറ്റിൻ്റെയും വലിയ കുടയായിരിക്കണം. ഇന്ന് ഞാനൊരു ഖത്തീബ് ഉസ്താദിനോട് സംസാരിച്ചു, നിങ്ങളുടെ മഹലിൽ എത്ര വീടുണ്ട്? ഖത്തീബ് ഉസ്താദ് എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ഓർമ്മിക്കുന്നു, 1256. വലിയ സന്തോഷമായി. 1256. ഉസ്താദിന് എങ്ങനെയാണ് അത് മനസ്സിലായത്? ആ മഹലിൽ ഒരു വ്യവസ്ഥതയുണ്ട്. ആ മഹലിൽ പുതിയ ഹൗസ് വാമിങ് നടക്കുമ്പം, വീട്ടിൽ കൂടൽ നടക്കുമ്പം 2 ആഴ്ച മുമ്പേ മഹലിൽ അപേക്ഷ കൊടുത്തിട്ട് തീയതി വാങ്ങിയിട്ട് മഹലിൻ്റെ രജിസ്റ്ററിൽ വരുത്തിയതിന് ശേഷമാണ് അത് നടക്കുക. അപ്പോൾ രജിസ്റ്ററിലേക്ക് വരുന്നു. ചില മഹല്ലുകൾ അതിനെ ഒന്നുകൂടി പൊലിപ്പിച്ച് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അത് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. ആ മഹലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുടുംബത്തിൻ്റെ അതും ആ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. വിരൽ തുമ്പിൽ മഹലിൻ്റെ ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് മഹല്ല് ജമാഅത്തുകൾ വളരുന്നു. അപ്പോൾ നിന്നിടത്ത് തന്നെ നിൽക്കുന്നതിനു പകരം എല്ലാറ്റിനെയും എല്ലാ മാറ്റത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലക്കുള്ള ഒരു അധികാരത്തിൻ്റെ വ്യാപ്തിയാണ് മഹല്ല് ജമാഅത്തുകളിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ വരുമ്പോൾ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാ ജനതയും ഉൾക്കൊള്ളാമെന്ന് പറഞ്ഞാൽ മഹലിൽ യൂത്ത്സ് ഉണ്ട്, അവരെ മനസ്സിലാക്കാൻ പറ്റണം. മഹലിലെ പ്രൊഫഷണൽസ് ഉണ്ട്, അവരെ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും പറ്റണം. മഹലിൽ മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ഉസ്താദുമാരും മുതഅല്ലിമുകളുണ്ട്, അവർക്കുള്ള പദ്ധതികൾ ഉണ്ടാകണം. മഹലിലെ കൊച്ചുകുട്ടികളുണ്ട്, അവർ പഠിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്, അവർക്ക് വേണ്ടിയുള്ള പരിപാടികൾ ഉണ്ടാകണം. ഈ നിലക്ക് എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ മഹൽ ഒരു വ്യവസ്ഥിതിയായി വളരും, മഹലിൻ്റെ അധികാരം ഉയരും. അതിനെന്താണ് വേണ്ടത്? ഒന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെ നമ്മൾ ഒരിത്തിരി ഒന്ന് അനക്കാൻ തയ്യാറായേ പറ്റുള്ളൂ. ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആലോചിച്ച് നോക്കൂ, ജീവിതത്തെക്കുറിച്ചുള്ളൊരു ചിന്ത വളരെയധികം പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് ആളുകളുടെ മുന്നിൽ. ജീവിതത്തെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് മരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പം ഒരുപക്ഷെ ജനത നമ്മളിൽ നിന്ന് മാറി നിൽക്കും. പള്ളിയിലെ ഉസ്താദ് പ്രസംഗിച്ചു, നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് തേടണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചു. പ്രസംഗം കഴിഞ്ഞ് വന്ന ഉടനെ ഉസ്താദിൻ്റെ റൂമിലേക്ക് 2 കുട്ടികൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് നല്ല കാര്യമാണ് പറഞ്ഞത്, ചൈന കുറേ കാലമായിട്ട് എൻ്റെ ഒരു സ്വപ്ന, അവിടെ പോയ എന്താ പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് മെല്ലെ വാട്സപ്പിൽ അതുള്ളത് കൊണ്ടേ ഒരു മെസ്സേജ് വിട്ടു നാട്ടിലെ കരിയർ കൺസൾട്ടൻ്റായ ഒരു അധ്യാപകന്. അദ്ദേഹം പറഞ്ഞു തന്നു, ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് MBBSന് അയക്കാം, ഒരു 10-16 ലക്ഷം മുതൽ 28-30 ലക്ഷം വരെയുള്ള കോഴ്സ് ഉണ്ട്. പക്ഷെ പ്രശ്നം അത് കഴിഞ്ഞാൽ കേരളത്തിൽ വന്നിട്ട് ഒരു ടെസ്റ്റും കൂടി എഴുതിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഉസ്താദ് മെല്ലെ ബാത്റൂമിലൊക്കെ പോയിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു, മോനെ ചൈനയിൽ ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ, പിന്നെ വേറെയും. അത്രയെങ്കിലും ഉയരുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ കുട്ടിക്ക് തോന്നും ഉസ്താദ് കൊള്ളാലോ, ഓർക്കറിയാലോ, സാധ്യതകളുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന. കേരളത്തിൽ
നമ്മളുടെ ഒരു ഇസ്ലാമിക ദഅവാ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന SKSFൻ്റെ ഇബാദിൻ്റെ വിങ്ങിൽ വന്നൊരു വാട്സപ്പ് മെസ്സേജ് ഒരു 2 വർഷം മുമ്പ് എൻ്റെ മനസ്സിലിങ്ങനെ തറച്ചു. ഖതീബ് സലാം ചൊല്ലിയതോടുകൂടി ഒരാൾ കള്ളുകൂടി നിർത്തി എന്നാണ് വന്നത്. ഖതീബ് ഉസ്താദ് സലാം ചൊല്ലിയപ്പോൾ ഒരാളുടെ കള്ളുകൂടി നിർത്തി. അതെങ്ങനെയാണ് നിൽക്കുന്നത്? കള്ളു കുടിക്കുന്ന ഒരാളുടെ മനുഷ്യൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അവനൊരു മൈൽഡ് ഡിപ്രഷനിലായിരിക്കും, അവനൊരല്പം ഐസൊലേഷനിലായിരിക്കും, എന്നെ ആർക്കും പറ്റില്ല എന്ന് പറയുന്ന ചിന്തയിലായിരിക്കും, എനിക്കെന്തല്ലോ കുഴപ്പങ്ങളുണ്ട്, എന്നെ ആരും പരിഗണിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ആകാം എന്ന് പറയുന്ന ചിന്തയിൽ പാലത്തിൻ്റെ മേലെയൊക്കെ ഇരിക്കുന്ന, ഒരു പക്ഷേ വല്ലപ്പോഴും പള്ളിയിലെ ഏതെങ്കിലും ഒരു വാർഷിക പരിപാടിയിൽ അങ്ങേ അറ്റത്തു വന്ന് നിൽക്കുന്ന ഒരാളാകാം. പക്ഷെ അവൻ്റെയും നേരെ നമ്മളെ കണ്ണു പോകണമല്ലോ. അപ്പോൾ ഒരു പുതിയ ഖതീബ് ഉസ്താദ് വന്നു. ഖതീബ് ഉസ്താദ് ആദ്യമായി പറഞ്ഞു, എനിക്ക് ഈ നാട്ടിനെ ഒന്ന് കാണണം. പറഞ്ഞതാരോടാണ്? പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദിനോട്. മൂപ്പര് പറഞ്ഞു, അള്ളാൻ്റെ ഉസ്താദ് നിങ്ങളങ്ങ് ചെയ്യണ്ട. കഴിഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഉസ്താദ് വന്നിട്ട് നാട്ടിലെല്ലാം നടത്തി. ഫുട്ബോൾ ഗ്രൗണ്ടിലും മൂപ്പര് പോയി, ക്രിക്കറ്റ് ഗ്രൗണ്ടിലും പോയി, ഷെൽട്ടറിലും പോയി. മൂപ്പർക്ക് ഈ പള്ളിയിൽ നിന്ന് പോകേണ്ടി വന്നതാ, മൈഷത്തിൻ്റെ കാര്യങ്ങൾ അതിന് നിൽക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഉസ്താദ് ഇറങ്ങി, അദ്ദേഹം വൈകുന്നേരം അസറിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയം സഹപ്രവർത്തകന്മാരെ കൂടിയിട്ട് റോഡിലിറങ്ങി ആളുകളോട് സംസാരിച്ചു, മുസാഫഹത്ത് ചെയ്തു. കൈപിടിക്കുമ്പം ഹൃദയത്തിലുണ്ടാകുന്ന ഒരു ഓളമുണ്ട്. അതാരാ? വെളുത്ത കുപ്പായം ധരിച്ച്, വെളുത്ത തലപ്പാവ് ധരിച്ച്, വൃത്തിയായി ചിരിക്കുന്ന, പ്രസരിപ്പോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ് ഖതീബ്, നമ്മുടെ സങ്കല്പത്തിലെങ്കിലും. അങ്ങനെയുള്ളൊരു ഖതീബ് ഉസ്താദിനെ ആണ് ഈ കള്ളുകുടിയൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തൻ്റെ നേർക്കുനേരെ കാണുന്നത്. സലാം പറഞ്ഞു. കള്ളുകുടിയനാണ് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഈ ഉസ്താദ് നോക്കിയിട്ടില്ല. മുൻതാരനോടുകൂടിയല്ലല്ലോ ഇസ്ലാമിക ദഅവത്തിൽ സമീപിക്കേണ്ടത്. ഒരു സലാം കിട്ടിയപ്പോൾ ഇവൻ്റെ മനസ്സിൽ എവിടെയോ ഒരു ഓളമുണ്ടായി, അവൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായി. രാത്രിയിൽ അവൻ ഇങ്ങനെ ആലോചിച്ചു, പഠിച്ചോൻ ഒരു ഖതീബിൻ്റെ സലാം കിട്ടാൻ മാത്രം മിടുക്കനാണോ ഞാൻ? പിറ്റേന്ന് ഉസ്താദിൻ്റെ റൂമിൽ ആളൊഴിഞ്ഞ സമയത്ത് കയറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ആരെടുത്തൊന്നും കിട്ടാത്തൊരു മനസ്സ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ മനസ്സ് തുറക്കണം, ഞാൻ കള്ളുകൂടിയനാ. ഇത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഖതീബിനെ ആ നാട്ടിൽ കൊണ്ടുവന്നത് കൊണ്ടുണ്ടായ ഒരു റിസൾട്ടാണല്ലോ. നല്ല ഖതീബിനെ വേണമെന്ന് പറഞ്ഞിട്ട് മഹല്ല് ഭാരവാഹികൾ പലപ്പോഴും നമ്മളോടൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ ഖതീബുമാരുമായി ബന്ധപ്പെടുന്ന ആളുകളോട് സംസാരിക്കും, ഓഫീസുകളിൽ വിളിക്കും. അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത്, ഖതീബിൻ്റെ ഗുണം എന്താണെന്ന് ചോദിക്കുമ്പം ആദ്യം പറയുന്നൊരു വർത്തമാനമുണ്ട്, നന്നായി പ്രസംഗിക്കണം. രണ്ടാമത് പറയും നന്നായി ഓതണം. ഇതിൻ്റെ രണ്ടപ്പുറത്തേക്ക് നമ്മളെ ഖതീബിൻ്റെ ഗുണനിലവാരത്തെ നമ്മൾ ഇനിയും അതിൻ്റെ അളവ് പോലും മാറ്റിയിട്ടില്ല. നല്ലോണം ഒന്ന് പ്രസംഗിക്കാൻ പറ്റണം. എന്തിനാ? പൈസ ഇല്ലാണ്ടാവുമ്പോൾ മൂപ്പരെ ഉപയോഗിച്ചിട്ട് ഫണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റണം. പിന്നെ വേണ്ടത് ഓത്ത്, ആളുകൾക്ക് ഒരു അത്യാവശ്യം ഒരു ശൈലിയൊക്കെ നന്നാകണം. ഈ രണ്ടിൻ്റെ അപ്പുറത്ത് ഒരു ഖതീബിൻ്റെ ഗുണനിലവാരത്തിൻ്റെ അളവുകോല് മഹല്ല് കമ്മിറ്റി ഇനിയും മാറ്റിയിട്ടില്ല. എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഒരു ഖതീബിനുണ്ടാകേണ്ടത്. അങ്ങനെയുള്ള ഖതീബുമാരെ ഉണ്ടാക്കാനുള്ള കോഴ്സുകൾ ധാരാളമായി നമ്മുടെ സംഘടനയുടെ കീഴിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 10-30 ഖതീബുമാർ പല നിലക്കുള്ള. അപ്പം നമ്മുടെ കോളേജുകൾ കേന്ദ്രീകരിച്ച് നല്ല ഖതീബുമാരെ ഉസ്താദുകളുള്ള വർക്ക്ഷോപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇതൊക്കെ വലിയ സംരംഭങ്ങളാണ്. പക്ഷെ മഹല്ല് കമ്മിറ്റി അറിയുന്നില്ല. ഒരു നല്ല ഖതീബ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ നിങ്ങളോട് അടുത്ത ചോദ്യം ചോദിക്കും, നിങ്ങൾ എന്ത് ശമ്പളം കൊടുക്കും? അപ്പോൾ പറയും 12 ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, 12,500 ആക്കാൻ നോക്കാം. നല്ല നോക്കലാണ്. ഒരു ഗുണനിലവാരമുള്ള ഒരു ഖതീബിനെ നിങ്ങളെ മഹലിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം എങ്ങനെയെങ്കിലും വ്യാഴാഴ്ച ആവാൻ കിട്ടുക, ഈ വ്യാഴാഴ്ച പോകാനും പറ്റിയില്ല, അതുകൊണ്ട് അടുത്ത വ്യാഴാഴ്ച ആകാൻ നിൽക്കുക, എന്നിട്ട് അദ്ദേഹം എല്ലാം വണ്ടി കയറി രക്ഷപ്പെടുക, നാട്ടിലെത്തിയിട്ട് പിറ്റേന്ന് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വരിക. അദ്ദേഹത്തിൻ്റെ മനസ്സ് പാതി മഹലിലും പാതി സ്വന്തം നാട്ടിലുമാകുന്നൊരു മാനസികാവസ്ഥക്കപ്പുറത്ത് കഴിവുള്ള മഹല്ലുകൾക്ക് ഒരു ചെറിയ വീട് കൊടുത്ത് ആ ഖതീബിനോടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അയാളുടെ കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം പഠിപ്പിക്കുന്ന മദ്രസയിൽ തന്നെ വിദ്യാഭ്യാസം കൊടുത്ത് തൊട്ടപ്പുറത്ത് സ്കൂളിൽ ആയി ഖതീബ് ഉസ്താദ് ചോറ് തിന്നാൻ വേണ്ടി സ്വന്തം ഭാര്യയുടെ കൈ അടുത്ത് ചെന്നെടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആർജവം വേറെയാ. അതിന് മാത്രം വളരാൻ പറ്റുന്നവർക്ക് വളരണം. അതാണ് ഞാൻ പറഞ്ഞത്, കാലികമായ ആലോചനകൾ. മദ്രസ കമ്മിറ്റികൾ ചെയ്യുന്നൊരു പണിയുണ്ട്. 5ാം ക്ലാസ്സിലേക്ക് ആദ്യം ഉസ്താദിനെ വെച്ചു, എന്നിട്ട് 7ാം ക്ലാസ്സിൽ വെച്ചു, പിന്നെ 10ാം ക്ലാസ്സിൽ വെച്ചു. കാരണം അതാണ് ഫ്ലക്സ് വെക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ ജയിച്ചാൽ.
അതിനുശേഷം 1-ാം ക്ലാസ്സിലേക്ക് ഉസ്താദിനെ നോക്കും അവസാനം. ഇനി നമുക്കൊരു 1-ാം ക്ലാസ്സിൽ ഉസ്താദ് വേണമെന്ന് ഏതാണ്ട് റമദാനൊക്കെ കഴിഞ്ഞൊരു മാസം കഴിയുമ്പം കാണാൻ വിളി എല്ലാം ആയിട്ടുണ്ട്. ഒരു 1-ാം ക്ലാസ്. 1-ാം ക്ലാസ്സിൽ ഉസ്താദ് വരും. എവിടുന്നോ ഒരു ഉസ്താദിനെ കിട്ടും തൽക്കാലം. മൂപ്പര് വന്നിട്ട് ആദ്യത്തെ ദിവസം തന്നെ 1-ാം ക്ലാസ്സിൽ ഒരു കസേരയിലിരിക്കും, സ്ക്രൂ ചെയ്ത പോലത്തെ ഒരു ഇരുത്തം. 1-ാം ക്ലാസ്സിലെ കുട്ടി ആദ്യമായിട്ട് സ്വന്തം വീട് വിട്ട് സ്വന്തം ഉപ്പാനെ കണ്ട്, ഏട്ടനെ കണ്ട്, കാർണോറെ കണ്ട്, കുറേ ആണുങ്ങളെ കണ്ട് പരിചയമുണ്ട് കുട്ടിക്ക്. ഇതാദ്യമായിട്ടാണ് മദ്രസയിൽ കയറി വന്നിട്ട് ഉസ്താദ് എന്ന് പറഞ്ഞ വേറൊരാണിനെ കാണുന്നത്. അദ്ദേഹം അനങ്ങുന്നൊന്നുമില്ല, അദ്ദേഹം ചിരിക്കുന്നൊന്നുമില്ല, അദ്ദേഹം ചിന്തിപ്പിക്കുന്നൊന്നുമില്ല, അദ്ദേഹം കുട്ടിയെ പ്രചോദിപ്പിക്കുന്നൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു വടി കണ്ടു, മറ്റേ കയ്യിൽ ചോക്കും കണ്ടു, പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു പുസ്തകവും കണ്ടു. കുട്ടി ഇങ്ങനെ നോക്കി, കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എവിടെയാണ് എത്തിപ്പെട്ടത് പടച്ചോനെ. ഉമ്മാനോടത് പറയാൻ പറ്റില്ല, വാപ്പാനോട് പറയാൻ പറ്റില്ല, പിറ്റേന്നും മദ്രസയിലേക്ക് വരണമെന്ന് പറയുന്നു. കുട്ടിയുടെ മനസ്സിൽ ആദ്യത്തെ 10 ദിവസം കൊണ്ട് മദ്രസയോടൊരു വെറുപ്പ് ഉണ്ടാകുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മളാണ്. പിന്നെ അതിൻ്റെ മേലെയാണ് ഇതിനെ നമ്മൾ പണിതെടുക്കുന്നത്. എത്ര ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് മദ്രസയുടെ ബിൽഡിംഗ് ഉണ്ടാക്കും, എത്ര ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് മദ്രസയിൽ സൗകര്യങ്ങൾ ചെയ്യും. എന്നാൽ ഓരോ ക്ലാസ്സിനും അനുയോജ്യനായ ഗുണനിലവാരമുള്ള ഒരു ഉസ്താദിനെ വയ്ക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക്, ഗുണനിലവാരമുള്ളൊരു ഖത്തീബ് വരിക എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആലോചനകളുടെ അലകും പിടിയും മാറണം, വ്യവസ്ഥിതികൾ മാറണം. ജീവിതത്തെക്കുറിച്ചും സംസാരിക്കണം ഉസ്താദ്. കാരണം ജീവിതം നമ്മുടെ മുമ്പിലുള്ളൊരു കാര്യമാണ്. മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കണം. എന്ന പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വിശേഷപ്പെട്ട അനുഗ്രഹങ്ങളെ കണ്ടിട്ട് പരലോകത്തെ ആഗ്രഹിക്കണം, പരലോകത്തെ ചോദിക്കണം. എന്നാൽ ഫലാ തൻസ നസീബക മിനദ് ദുനിയ, ഖുർആനിൽ പറയുക, നിങ്ങൾ ദുനിയാവിൻ്റെ ഓഹരികളെ നിഷേധിക്കരുത്, ദുനിയാവിൻ്റെ ഓഹരികളെ മറക്കരുത്. ജീവിതമുള്ളിടത്തോളം കാലം ജീവിതമുണ്ട്. പള്ളിയിൽ വെച്ച് ദുനിയാവ് പറയണമെന്നല്ല ഞാൻ പറയുന്നത്. മഹല്ലിൽ അതിന് സംവിധാനമുണ്ട് എന്നൊരു കുട്ടിക്കറിഞ്ഞാൽ, ഒരു പ്രൊഫഷണലിനറിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ടുന്ന ആൾക്കറിഞ്ഞാൽ, അത് അവരെല്ലാവരും മഹല്ല് ജമാഅത്ത് എന്ന് പറയുന്ന വലിയ സിസ്റ്റത്തിൻ്റെ ഭാഗമായി വരും എന്ന് പറയുന്ന ഒരു ആലോചന പ്രസക്തമാണ്. ഇതൊന്നും നമ്മളൊരു ഐഡിയോളജി പറയുകയല്ല. അൽഹംദുലില്ലാ, കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മഹല്ലുകളുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നടത്തി വിജയിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നടത്തി വിജയിച്ച കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഭരണഘടനയുണ്ട്, മഹല്ല് കമ്മിറ്റിയുണ്ട്, കമ്മിറ്റിക്ക് ഭാരവാഹികളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഞാൻ ഒരു മഹല്ലിൽ ചെന്നപ്പോൾ കാരണവർ വന്ന് കൈപിടിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ മഹലിൻ്റെ പ്രസിഡൻ്റാണ്, 25 വർഷമായി ഞാൻ പ്രസിഡൻ്റാണ്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് 25 വർഷമായി മഹലിൻ്റെ പ്രസിഡൻ്റാകാൻ വേണ്ടി ഒരു സിസ്റ്റത്തെ ഞാനിങ്ങനെ കയ്യിലൊതുക്കി ചുരുക്കിക്കെട്ടുക എന്ന് പറയുന്നുണ്ടാകാൻ പാടില്ല. എനിക്കറിയാത്തതൊന്നും ഞാൻ സമ്മതിക്കൂല എന്നും പറയാൻ പറ്റില്ല. ആളുകൾ വരും പോകും. പക്ഷെ ഒരു സിസ്റ്റത്തിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു സിസ്റ്റത്തിൽ നമുക്ക് ചിലതിനെയൊക്കെ എടുത്ത് ഉപയോഗിച്ച് വളർത്തി സമൂഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു മനോഭാവത്തിന് പറ്റുന്ന ആളുകളാണ് മഹല്ല്. അല്ലെങ്കിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടാകും. പള്ളിയുടെ മിനാരമുണ്ട്, പള്ളിയിൽ നിന്ന് വാങ്ങു കൊടുക്കുന്നുണ്ട്, മൈക്കിൽ നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, ആലങ്കാരികമായി എല്ലാം ശരിയാണ്. പക്ഷെ ആന്തരികമായ ഒരു സമൂഹത്തിൻ്റെ അകത്ത് അസ്വസ്ഥതകൾ പെരുകി വരുന്നതിനെക്കുറിച്ച് മഹല്ല് ചിന്തിക്കാതിരുന്നാൽ അത് അപകടകരമായൊരു സാമൂഹിക അവസ്ഥയാണ്. തട്ടിക്കൊണ്ടുപോകൽ പത്രത്തിൽ വാർത്തയാകുക, എന്നിട്ട് ഖത്തീബ് ഉസ്താദ് അതേക്കുറിച്ച് പ്രസംഗിക്കുക, വീണ്ടും വീണ്ടും തട്ടിക്കൊണ്ടുപോകലുകൾ ഉണ്ടാകുക. കറുപ്പിനെക്കുറിച്ച് നിരന്തരമായി പറയുമ്പോൾ വെളുപ്പം അകന്നു പോകുമെന്ന് പറയാറുണ്ട്. ആളുകളൊക്കെ വിചാരിക്കും തട്ടിക്കൊണ്ടുപോകലൊക്കെ ഇങ്ങനെ സാധാരണമായി വന്നല്ലോ. ഡീസെൻസിറ്റൈസേഷൻ എന്നാണ് അതിലുപയോഗിക്കുന്നൊരു പദം. നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുക. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പം ഇറച്ചിക്കടൻ്റെ പരിസരത്തൂടെ പോകാൻ പേടിയാണ്. കാരണം മാംസം ഇങ്ങനെ തൂക്കിയിട്ട് രക്തം ഇങ്ങനെ ഉറ്റുന്ന കാണുമ്പം പഠിച്ചോനെ പേടിയാവും. ആ ഭാഗം വഴി മാറി നടക്കും. ഇന്ന് 5ാം ക്ലാസ് 5 വയസ്സുള്ള കുഞ്ഞ് ടി വിയിൽ ഒരു മനുഷ്യൻ്റെ തല ഇങ്ങനെ രണ്ടായി അറുത്തു മാറ്റിയിട്ട് വെട്ടിപ്പൊളിച്ചിട്ട് കാണുമ്പോൾ ഉമ്മാനെയും വാപ്പാനെയും വിളിച്ചിട്ട് പറയാം, ഉമ്മ തല രണ്ടായത് കാണണോ, രക്തം പോകുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ.
കുട്ടിയുടെ മനസ്സിലുണ്ടായ ആന്തരികമായ ഈ ഒരു മനോഭാവമാറ്റം വലിയ അപകടകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പത്രത്തിൽ ഇങ്ങനെ വാർത്ത വരുന്നു, തട്ടിക്കൊണ്ടു പോകുന്നു, ഒളിച്ചോടി പോകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. നിരന്തരമായി കാണുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുകയും സ്വാഭാവികമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്തൊരു അവസ്ഥയുണ്ട്. ഡൽഹിയിൽ ബസ്സിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ സമാനമായ 5-6 സംഭവങ്ങൾ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. എന്താ കാര്യം? ഇങ്ങനെയുണ്ട് എന്ന് പറയുന്ന നിലക്കുള്ള ഒരു മനോഭാവ രൂപീകരണം ഉണ്ടാകുന്നുണ്ട്. അത് വലിയ പ്രശ്നമാണ്, സാമൂഹിക നിർമ്മിതിക്ക് വലിയ തടസ്സമാണ്. അതുകൊണ്ട് നേതാവുണ്ടാകട്ടെ, സംഘമുണ്ടാകട്ടെ, പ്രവർത്തനമുണ്ടാകട്ടെ, കമ്മിറ്റി ഉണ്ടാകട്ടെ, അതിന് മെമ്പർമാരുണ്ടാകട്ടെ, വ്യവസ്ഥിതികൾ ഉണ്ടായാൽ മാത്രമേ മഹല്ല് ജമാഅത്തിനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പദ്ധതികൾ ഉണ്ടായാൽ മാത്രമേ മഹല്ല് ജമാഅത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രോജക്റ്റ് വിങ് ചർച്ച കൊണ്ടേയിരിക്കുന്ന 6 പദ്ധതികൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു. 6ൻ്റെയും ഒരു പ്രായോഗികമായ ചർച്ചകളായിരിക്കും ഇൻഷാ അല്ലാഹ് നാളെ തൊട്ട് പല തുറകളിലായി നിങ്ങൾക്ക് കിട്ടുക. അടിസ്ഥാനപരമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വളരെയധികം മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്ന മഹല്ലുകളുടെ ആളുകളെ ആരെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അത് വലിയ സമ്മേളനമായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്ലിനിക്കൽ രീതിയിൽ എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റില്ല. അത്തരം നടത്തിയ ആളുകൾ ആരെങ്കിലും കണ്ടെത്തിയാൽ അവരുടെ ഫോൺ നമ്പർ വാങ്ങി ആ മഹല്ലിൽ ചെന്നിട്ട് അതൊന്ന് പഠിക്കാനുള്ളൊരു സംവിധാനം നമുക്കുണ്ടാകണം. എന്താണ് ചെയ്തു വന്നിരിക്കുന്നത്? ഏറ്റവും കുറഞ്ഞത് നമ്മുടെ എല്ലാ പദ്ധതികളെയും 6 സർക്കിളിലേക്ക് നമുക്ക് ഒതുക്കാൻ പറ്റും. ഇതിൽ ഒന്നാമത്തെ സർക്കിൾ എന്ന് പറയുന്നത് മഹല്ലിലെ ഇസ്ലാമിക ദഅവ പ്രവർത്തനമാണ്. എന്തിനാണ് ഞാൻ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്നത്? ഏത് സംഘവും നിലനിൽക്കാൻ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് വർക്കാണ്. പ്രവർത്തനമുണ്ടോ ആ സംഘം ഒരു ജൈവ പ്രക്രിയയുടെ ഭാഗമാകും. മനുഷ്യ ജന്മത്തിനൊരു സവിശേഷതയുണ്ട്. ഒരു ചലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ പുറത്തേക്ക് വന്നത്. ആലോചിച്ച് നോക്കൂ. എന്തോ ഒരു ചലനത്തിൻ്റെ അദൃശ്യമായ ഒരു ഫോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മാൻ്റെ ഗർഭപാത്രം നമ്മൾ പുറത്തേക്ക് വന്നത്. പുറത്തു വന്നപ്പോൾ കുട്ടി ചലിച്ചു. വന്ന പരിസരത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയപ്പോൾ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചു, കരഞ്ഞു, പ്രതികരിച്ചു. കണ്ടോ? ഒരു ചലനത്തിൻ്റെ ഭാഗമായി കുട്ടി പുറത്തു വന്നു. അസ്വസ്ഥത തോന്നിയപ്പോൾ കുട്ടി പ്രതികരിച്ചു. കണ്ടോ? അസ്വസ്ഥത തോന്നുമ്പം നമ്മൾ പ്രതികരിക്കുകയോ പ്രതിപ്രവർത്തനം ചെയ്യുകയോ ചെയ്യുക എന്ന് പറഞ്ഞത് ജനിച്ച അന്ന് ഉണ്ടായതാണ്. ലോകത്ത് ഇത്രമാത്രം അസ്വസ്ഥതകൾ മനുഷ്യൻ്റെ മുസ്ലിമിൻ്റെ സാമൂഹിക ജീവിതത്തിൽ കേരളത്തിലെ മഹല്ലുകളിൽ ഉണ്ടാകുമ്പം ഒരു പ്രതിപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചലനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആന്തരികമായി നമ്മൾ മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇത്രയധികം റിസോഴ്സുള്ള ഒരു സമൂഹത്തിൽ മേൽക്കൂടകൾ വളരെ സജീവമാണ്. അത് താഴേക്കടയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആലോചന, അതിനാണ് ഈ സമ്മേളനം. അല്ലാതെ നിങ്ങളെ ഈ AC ഹാളിലൊന്നും കൊണ്ടുവന്നിരുത്തൂലല്ലോ. ഒരു വലിയ ആലോചനകൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സുഖകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ബഹുമാന്യരായ ഇവിടുത്തെ നാട്ടുകാരും സ്വാഗത സംഘത്തിൻ്റെ ആളുകളും നിങ്ങളെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. വലിയ സന്തോഷമുള്ള സദസ്സിലാണ് നമ്മളുള്ളത്. പദ്ധതികൾ എന്തിനാണ്? സിസ്റ്റത്തിന് കരുത്തു കൊടുക്കാനാണ്. അതില്ലേ നിങ്ങൾ കേവലമായി മാസത്തിലെ 1-ാമത്തെ തീയതി മുതൽ 5-ാമത്തെ തീയതി മുതൽ വരെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ പിരിച്ചിട്ട് ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുകയും പള്ളിയിലെ ഇലക്ട്രിക് ബില്ല് അടക്കുകയും ഉസ്താദുമാരെ അപ്പോയിൻ്റ് ചെയ്യുകയും സമയമാകുമ്പം പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സിംഗിൾ റിസീവർക്ക് ചെയ്യാൻ പറ്റുന്ന പണിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിനെന്തിനാണ് ഇത്ര വലിയൊരു സിസ്റ്റം? അതിൽ നിന്ന് മാറണം എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഇസ്ലാമിക ദഅവ പ്രവർത്തനത്തിന് കാലോചിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അനൗപചാരികമായ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അതാണ് തുടങ്ങേണ്ടത്. മദ്രസയുണ്ട്, അത് മദ്രസ നടക്കുന്നു. +2 വരെ ആക്കാൻ പറ്റുമെങ്കിൽ അത് ആക്കുക. അതിൻ്റെ അപ്പുറത്ത് ഔപചാരികമല്ലാത്ത പലത്, ഒരു വട്ടത്തിലുള്ള ഇരുത്തം, നമ്മുടെ സ്വദേശി ദർസിൻ്റെ രീതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ചെറുപ്പക്കാരൊക്കെ വന്നൊരു വട്ടത്തിലിരിക്കുന്നു. ഒരു ഉസ്താദ് പുതിയതായി വന്നു, എല്ലാ ആളുകളുടെയും ചെറുപ്പക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ഒരു ഓഡിയോ അദ്ദേഹം സുബഹിക്ക് മുമ്പ് പ്ലേ ചെയ്യുന്ന നിലക്ക് സംവിധാനം ഉണ്ടാക്കി.
സുബ്ഹി ജമാഅത്തിന് ആളുകളുടെ എണ്ണം കൂട്ടി. സുബ്ഹി ജമാഅത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 5 മിനിറ്റിൻ്റെ ഒരു സെഷൻ. 5 മിനിറ്റ് പ്രസംഗിക്കലാ ബുദ്ധിമുട്ട്, 50 മിനിറ്റ് പ്രസംഗിക്കാം. 5 മിനിറ്റ് പ്രസംഗിക്കാൻ അറിയുന്ന, 10 മിനിറ്റ് പ്രസംഗിക്കാൻ അറിയുന്ന ഉസ്താദുമാരുണ്ടാകണം. ചില ആളുകളൊക്കെ പ്രസംഗിച്ച് വീട്ടിൽ, പള്ളിയിൽ 4 ക്ലോക്ക് ഉണ്ടാവും, 4 സൈഡിലും സമയം അറിയിക്കാൻ. നിസ്കാര സമയത്തിന് നടക്കുന്നുണ്ട്, വാങ്കുവിളി സമയത്തിന് നടക്കുന്നുണ്ട്. എന്നാൽ പ്രസംഗം അവസാനിക്കുന്നത് ഒരിക്കലും ഒരു സമയത്തിനാവില്ല. എൻ്റെ കയ്യിൽ ഈ കിട്ടിയ ഈ കടലാസിൽ ഒരു സിറാജുദ്ദീൻ താരും എഴുതി തന്നത് ഒരു സ്വകാര്യമാണ്. 8:30 എന്ന് എഴുതിയിട്ടുണ്ട്. അതും കയ്യിൽ പിടിച്ച് ഷാഡ്യക്കാരനെ പോലെ ഞാൻ നിൽക്കുക. 8:30 എൻ്റെ സെഷൻ അവസാനിപ്പിക്കണം. ആദ്യം പറഞ്ഞത് ഏതാണ്ട് 9 മണി, 8:45 അത് 8:30. അതെൻ്റെ നിർബന്ധ ബുദ്ധിയാണ്. ഇസ്ലാമിക ദഅവാ പ്രവർത്തനത്തിൻ്റെ ആലോചന എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എല്ലാ വർഷവും എന്താണ് ഔപചാരികമല്ലാത്ത വിദ്യാഭ്യാസത്തിന് വേണ്ടി മഹലിൽ ചെയ്യുന്നത്? ഒരു നോട്ടീസ് ഇറങ്ങും. ഇപ്പം അതിൻ്റെ സീസണാണ്. പല പേരിലാണ് നോട്ടീസ്. ദീനി നസീഹത്ത് പരിപാടി, മതപ്രഭാഷണ പരിപാടി, പല പേരിലും ഉണ്ടാകും. ഞാൻ അതിനൊന്നും ചെറുതാക്കി പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു അവസ്ഥ പറയാ. രാത്രി 8 മണിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞാൽ 8:30, 8:45, 9 മണിക്കോ തുടങ്ങും. 7 മണിക്ക് തുടങ്ങിയാൽ നമ്മൾ പറയും ഏതാണ്ട് അതൊരു ഇഷ വാങ്കൊക്കെ കൊടുത്ത് നിസ്കരിച്ചിട്ട് അങ്ങ് തുടങ്ങിയാൽ പോരെ എന്ന് പറയും. അതിനനുസരിച്ച് പ്രസംഗിക്കാവുന്ന ഉസ്താദുമാരും ശീലമായിട്ടുണ്ട്. അത് ആ സമയത്ത് എത്തിയാൽ മതി. എന്നാൽ ആ സദസ്സിൽ മഹലിൽ ഒരു 600, 500, 600 വീട്ടുകാരുണ്ടെങ്കിൽ അതിൽ വരാവുന്ന ആളുകൾ ഒരു 100 പേരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാള് തുടങ്ങുന്ന സമയത്ത് ആ സദസ്സിൽ 4 or 5 ആളുകളുണ്ടാകും. അല്ലെങ്കിൽ ഒരു തരം വാണിജ്യ പ്രഭാഷണങ്ങൾ നടത്തണം. അപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപക്ഷെ വരാം. അത് എൻ്റെ സ്വന്തം പ്രയോഗമാണ്, SMFൻ്റെ പേരിൽ പറഞ്ഞതല്ല. നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത്. അത് എൻ്റെ സ്വന്തം റിസ്കിൽ പറഞ്ഞതുമാണ്. ഈ 4 or 5 ആളുകൾ വരിക, അവസാനം കുറച്ച് ആളുകൾ കൂടുക, ശരാശരി കുറച്ച് സ്ത്രീകൾ അപ്പുറത്ത് വരിക. ആ നിലക്കുള്ള ഒരു അനൗപചാരികമായ ഒരു മതകീയ കൾച്ചർ മാത്രമല്ലേ നമുക്കൊരു കൊല്ലം നടത്താൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. അതിനൊക്കെ ഒരു ചിട്ടയുണ്ടാക്കാം. ഒരു പ്രദേശത്തിലെ മതപ്രഭാഷണ പരിപാടി, ഒരു കൊച്ചു മഹല്, 110 വീട്ടുകാർ മാത്രമുള്ള ഒരു മഹലിൽ മതപ്രഭാഷണ പരിപാടി അവർ പറഞ്ഞു 7:35 തുടങ്ങണം, 10:15 അവസാനിക്കണം. അതിൽ സ്ഥിരാംഗങ്ങൾ ഉണ്ടാകണം. ആകെയിൽ നാട്ടിൽ ജുമാക്ക് വരുന്ന ആളുകൾ 60 or 65. അവരിൽ നിന്ന് സ്ഥിരാംഗങ്ങളെ തിരഞ്ഞെടുത്തു. ജാതിയിലൊക്കെ സ്ഥിരാംഗങ്ങളില്ലേ? അവർക്കെന്താ കിട്ടാൻ പോകുന്നത്? ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനത്തെ ഒരു സമ്മേളനത്തിലും വരാൻ അവർക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി അവർക്കൊരു ബാഡ്ജ് കഴുത്തിലിടാൻ അവസരം കിട്ടി. സ്ഥിരാംഗങ്ങൾക്ക് വാളിൻ്റെ അവസാനത്തെ ദിവസം അവർക്ക് അവരുടെ പേര്, ഒരു പൈസ കൊടുത്താലും സംഭാവന കൊടുത്താലും ഇല്ലെങ്കിലും പേര് ദുആ മജ്ലിസിൽ മുമ്പിൽ വായിക്കും എന്നും പറഞ്ഞപ്പോൾ ഒരു 10-20 ആളുകൾ ആദ്യം വന്നിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. അതൊരു അന്തസ്സാണ്. അത് മഹത്തായ ദീനി നസീഹത്ത് പരിപാടിയോട് കാണിക്കുന്ന ഒരു മര്യാദ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊക്കെ അങ്ങനെ നടക്കുള്ളൂ, അതിലൊന്നും മാറ്റം വരുത്താൻ നോക്കണ്ട എന്ന് പറയുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കാമെന്ന് ചിന്തിക്കുന്ന അവിടെ നിന്ന് തുടങ്ങണം നമ്മൾ. അല്ലാണ്ട് അതൊരു അഴകുഴമ്പൻ രീതിയിൽ അങ്ങനെ ആയിപ്പോകുന്നൊരു സിസ്റ്റം ഉണ്ടാകാൻ പറ്റൂല. അത് വാശി പിടിച്ചാൽ വാശി തന്നെയാണ്, നടക്കും. മഹല്ലിലെ സ്ത്രീജനങ്ങൾക്ക് കൊച്ചു കൊച്ചു ക്ലസ്റ്ററുകൾ ഉണ്ടാക്കാം. നമ്മളുടെ മതപഠന ക്ലാസ്സുകൾ അധികവും മദ്രസയിൽ നടക്കുന്നു. മദ്രസ പരിസരത്തുള്ള ആളുകളൊക്കെ വരുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് അകലെ താമസിക്കുന്ന ഒരർത്ഥത്തിൽ പറഞ്ഞ അജമികളായ ഒരു വിഭാഗത്തെ നമ്മൾ കാണണോ? അവർക്ക് ഇത് കൊടുക്കണ്ടേ? അവർക്ക് ഈ ദാവത്തെത്തണ്ടേ? അപ്പം മഹല്ല് കമ്മിറ്റി ആലോചിച്ചു, 600 വീട്ടുകാരുള്ളത് ഒരു 100 വീട്ടുകാർ വരുന്നുണ്ട്, ബാക്കി 500 പേരെ എന്തു ചെയ്യണം? അവർ 500 പേരെ 10 ക്ലസ്റ്ററുകളായി മാറ്റി. 50 കുടുംബക്കാർ, 50 കുടുംബക്കാർക്കും 50 കുടുംബക്കാർ വീതമുള്ള 10 ക്ലസ്റ്ററുകൾ. ക്ലസ്റ്റർ എ എന്ന് പേര് കൊടുത്തു, അല്ലെങ്കിൽ ക്ലസ്റ്റർ അലിഫ് എന്ന് പേര് കൊടുത്തു. അതിന്
لا إله إلا الله اللهم رب هذه الدعوة محمد شفاعة. അത്തരം ചെറിയ ചെറിയ ക്ലസ്റ്ററുകളുടെ കൂട്ടായ്മ ആഴ്ചക്ക് നടക്കും. അവർക്ക് ഒന്നും ക്ലാസ് എടുക്കാൻ സൗകര്യമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ക്ലാസ്സിൻ്റെ ഒരു CD കാണിക്കും. 5 മിനിറ്റ് എല്ലാവരും സലാത്ത് ചൊല്ലി സ്ത്രീകൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കൂടിയിരുന്ന് പരസ്പരം പിരിയും. അതിനൊരു ഭണ്ഡാരപ്പെട്ടി വയ്ക്കും. അവരവൽ പൈസയിടും. മാസത്തിൽ അതെല്ലാം കൂടി ചേർന്ന് ഒരു ക്ലാസ്സായി വരും. അതിനൊരു വാർഷിക ക്ലാസ്സായി വരും. പറ്റുവാണെങ്കിൽ അതിനൊരു പരീക്ഷ നടക്കും. ഒരു കൊച്ചു ഇസ്ലാമിക ദഅവത്തിൻ്റെ മറ്റൊരു ഫാമിലി അന്തരീക്ഷം ഒരു ഭാഗത്തുണ്ടാകും. കൗമാരക്കാർ നമ്മൾക്ക് അവരെ കൈയൊഴിയാൻ പറ്റില്ല. വ്യത്യസ്തമായ പദ്ധതികൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും ക്ലാസ്സുകൾക്കൊന്നും അവർ കിട്ടില്ല. അപ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞു, നമുക്കൊരു ടൂറ് പോകാം. കുട്ടിക്ക് ഭയങ്കര ആവേശമായി. ടൂറ് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആവേശമായി. ടൂറിൻ്റെ പകുതി പൈസ ഞാൻ കണ്ടെത്തിക്കോളാം. ഉസ്താദ് പറഞ്ഞു പകുതി നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു ബസ്സിൽ കയറ്റിയിരുത്തി. ഇതിലെല്ലാ ജാതിയും ഉണ്ട് കേട്ടോ. മുടി ഇങ്ങോട്ട് വെട്ടി ഇങ്ങനെ മുനയാക്കി വെച്ച് സകല ജാതിയുമുണ്ട്. ഉസ്താദ് കയറിയിരുന്നു. ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് യാത്ര തുടങ്ങി. സിയാറത്ത് ടൂറെന്ന് ഉസ്താദ് പറയാതിരിക്കാൻ ശ്രദ്ധിച്ചതുകൊണ്ട് എല്ലാം വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ കൊണ്ടുപോയിട്ട് കടൽ തന്നെ കാണിച്ചു. കടലൊക്കെ കണ്ടതിന് ശേഷം കടപ്പുറത്തെ പൂഴിമണലിൽ മക്കളെ ഇരുത്തിയിട്ട് ഉസ്താദ് മുന്നിൽ നിന്നിട്ട് അവരോട് നിറച്ചിരിയോടുകൂടി ആകാശത്തെക്കുറിച്ച്, കടലിനെക്കുറിച്ച്, അതിലെ ഖുർആനിലെ പരാമർശത്തെക്കുറിച്ച് ഈണത്തിൽ ഓതിയിട്ട് ഈണത്തിലുള്ള ഓത്തിനൊക്കെ വലിയ സ്ഥാനമുണ്ട് മനുഷ്യൻ്റെ മനസ്സിലേക്ക് എത്താൻ. ഓത്ത് കേൾപ്പിക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു മൃദുലമായ താളങ്ങൾ ചെറുതല്ല. ജന്മന അത് സ്വീകരിക്കാനുള്ളൊരു സംഗീതാത്മകമായ മിടിപ്പോടുകൂടിയാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പൾസ് റേറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അതൊരു അത്ഭുതകരമായ സൃഷ്ടിപ്പ് തന്നെയാണ്. അങ്ങനെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മലപ്പുറത്ത് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ഉസ്താദിൻ്റെ മുന്നിൽ കുട്ടികളെ കൊണ്ടുപോയി ഇരുത്തി. ഉസ്താദ് ഒരു 10 മിനിറ്റ് അവരോട് സംസാരിച്ചു. തൊട്ടപ്പുറത്ത് ദാറുൽ ഹുദയുടെ ക്യാമ്പസിൽ കുട്ടികളെ, ഞാൻ ഒരു ക്യാമ്പസ് പറയുന്നു, അവിടെ കൊണ്ട് കാണിച്ചു. പിന്നെയും അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാഴ്ചയ്ക്കുള്ള ഐറ്റം കൊടുത്തു. നാട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ഉസ്താദും കുട്ടികളും തമ്മിലുള്ള മുസാഹബത്ത് കൊണ്ടുള്ള ബന്ധം ഊഷ്മളമാവുകയും ആ ഉസ്താദിലേക്ക് കുട്ടികൾ അടുത്തു വരികയും ചെയ്യുന്ന ഒരു രീതിയിൽ നമുക്കവരെ മാറ്റാം. അല്ലാണ്ട് ക്ലാസ്സിന് വിളിച്ചിട്ട് അവരൊന്നും വരുന്നില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ, തൽക്കാലം അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പോകരുത്. അവരെയൊക്കെ കൊണ്ടുവരാനുള്ള ആലോചനകൾ നമുക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരു വലിയ ജനറേഷൻ, അവർ യൂത്ത്സിൻ്റെ നെഗറ്റീവ് എനർജിയാ പുറത്തു വരിക. നിഷേധികളായി മാറുകയാണ് അവർ. പരിശുദ്ധ റബീഉൽ അവ്വലിൽ ധാരാളം ഐറ്റം ഉണ്ട് നമുക്ക് കൊടുക്കാൻ. ഏതായാലും നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അത് പാക്കറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അവരെ വിളിച്ചിട്ട് 5 വിങ് ആക്കിയിട്ട് പറഞ്ഞു, ഉള്ളി മുറിക്കേണ്ട ജോലി എനിക്ക്, പാർസലിൻ്റെ ജോലി എനിക്ക്, സാധനം എത്തിക്കേണ്ട ജോലി നിനക്ക്. ടാസ്ക് കൊടുത്തോ കുട്ടികൾ വരും, ഉപദേശം മാത്രമേ അവർക്ക് ഇഷ്ടമല്ലാണ്ടുള്ളൂ. ടാസ്ക് കൊടുത്താൽ വരും. അംഗീകാരമാണ് ടാസ്ക്, അത് കൊടുക്കണം. അപ്പോൾ കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ടാവും. യൂത്ത്സിന് വേണ്ടിയുള്ള പദ്ധതികൾ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആലോചനകൾ, കൊച്ചുകുട്ടികൾ ഒരു 7 വയസ്സൊക്കെ ആകുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ദീൻ ഉറപ്പിക്കാനുള്ള വിവിധങ്ങളായ സുന്നി ബാലവേദി എന്ന് പറയുന്ന മദ്രസയിലെ നമ്മളൊരു സംഘമുണ്ടല്ലോ, അവർക്ക് പ്രചോദനം കൊടുത്തുള്ള കൊച്ചു കൊച്ചു ക്യാമ്പുകൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പ്രദേശത്ത് കാര്യമായിട്ട് ഇങ്ങനെ മഹല്ല് ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എല്ലാവർക്കുമായി നിങ്ങൾ മറന്നു പോകുന്നൊരു വിഭാഗമുണ്ട്. 65-70 വയസ്സുള്ള നാട്ടിലെ പ്രായമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കുറേ അനുഭവങ്ങളുണ്ട്. അവർ പഠിച്ച ദീനിനൊരു ചന്തമുണ്ട്, അതൊരു ഐശ്വര്യമുണ്ട്. നിങ്ങൾ അവരെ വിളിപ്പിക്കണം, അവരൊന്ന് കൂടിയിരുത്തണം. അങ്ങനെ ഒരു മറയുടെ അപ്പുറത്ത് പഴയ സ്ത്രീകളും വന്നിരുന്നു, കാരണവന്മാരും വന്നിരുന്നു. അവരുടെ കയ്യിൽ മൈക്ക് കൊടുത്തു, അവരെന്തൊക്കെയോ സംസാരിച്ചു. അവർക്ക് വലിയ സന്തോഷമായി. അൽഹംദുലില്ലാ, നമുക്ക് മഹലിലൊരു അംഗീകാരം കിട്ടിയിരിക്കുന്നു. പോകാൻ നേരത്തെ ടൈഗർ ബാമും ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അത്തറും കൊടുത്തു. കാരണം അവരുടെ മനസ്സിൽ അതൊക്കെയാണ് നിൽക്കുന്നത്. അവരൊക്കെ അവഗണിച്ചുകൊണ്ട് എന്തൊരു മഹൽ ജമാഅത്താണ് നമുക്ക്. ഞാൻ പറയുന്നത് ഒന്നാമത്തത് ഇസ്ലാമിക ദഅവത്തിനുള്ള സ്പേസ്. അത് വലിയ കാരണവന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു 25 കൊല്ലമായി ഞാൻ തന്നെ പ്രസിഡന്റ് എന്ന് പറയുന്നതൊക്കെ ചിലപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉസ്താദുമാരൊക്കെ കൂട്ടിയിട്ട് ഒരു മഹലിൻ്റെ ഒരു ദഅവ കർമ്മ സമിതി ഉണ്ടാക്കുക. സബ് കമ്മിറ്റിയുടെ പേര് അവിടെ എഴുതി വെക്കുക, ഹൗദിൻ്റെ അടുത്ത് കയറുന്നിടത്ത്.
ഉത്തരവാദിത്തങ്ങൾ എഴുതി വെക്കുക, അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അതിന് നിങ്ങൾക്ക് ചെറിയ ചിലവേ ഉള്ളൂ. പുതിയ മഹല്ല് ഭാരവാഹികൾ പേര് വന്നാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, എല്ലാവർക്കും ഉത്തരവാദിത്തം വേണം. പ്രസിഡന്റ് പറയാം അതെല്ലാം ഞാൻ തന്നെ ചെയ്തോളും, ഫണ്ട് പിരിവ് അത് ഞാൻ തന്നെ ചെയ്തോളും, ആളുകളെ വിളിക്കൽ അത് ഞാൻ തന്നെ ചെയ്തോളൂ, ഉസ്താദ്മാരെ വെക്കൽ അത് ഞാൻ തന്നെ ചെയ്തോളും. പിന്നെ ഓറ് തന്നെ പോരെ, ന്യൂറോട്ടിസിസ് എന്നതിന് പറയാം. മറ്റേ ആരെയും വിശ്വസിക്കാണ്ട് എല്ലാം താൻ തന്നെ ഏറ്റെടുത്തിട്ട് താൻ മാനസികമായി ഇങ്ങനെ നരകിക്കുക, ചിന്താപരമായി അദ്ദേഹം കുടുങ്ങിയ ഒരവസ്ഥയിലാകുക. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു 13 ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫ്രണ്ടിൽ എഴുതി വെച്ച് അവരുടെ മൊബൈൽ നമ്പറും എഴുതി വെക്കുക. അവർക്ക് മഹല്ല് കമ്മിറ്റിയുള്ള ഉത്തരവാദിത്തം ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണ്. വരിശങ്ക പിരിക്കാൻ, പൊതുകാര്യത്തിന്, മസ്ലഹത്തിന്, വിദ്യാഭ്യാസത്തിന്, ദഅവത്തിന്, മദ്രസ കാര്യത്തിന്, ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കാനുണ്ട്. അവനവൻ്റെ പേര് കണ്ടാൽ സന്തോഷിക്കാത്ത ആരാരെങ്കിലും ഉണ്ടോ? ചില ആളുകളൊക്കെ രാവിലെ സുപ്രഭാതം എടുത്താൽ ഇങ്ങനെ മറച്ചു നോക്കൂ, എൻ്റെ പേരെഴുതുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ പത്രവായന തന്നെ നിർത്തും. അവനവൻ്റെ പേരെവിടെയെങ്കിലും എഴുതപ്പെടുകയോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട കേട്ടോ, അവനവൻ്റെ പേരെഴുതെങ്കിലും എഴുതപ്പെടുകയോ അവനവൻ്റെ പേര് വിളിക്കപ്പെടുകയോ ചെയ്യുന്നത് നമ്മളുടെ ഉപബോധ മനസ്സിന് വലിയ ഇഷ്ടമാണ്. നമ്മളതറിയാണ്ട്, കാരണം ചെറുപ്പത്തിലേ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എഴുതപ്പെടുക, അപ്പം ആൾക്കൊരാവേശം വരും. ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മഹലിൻ്റെ ഒരു ദഅവ വിങ്, 2 മഹലിലെ വിദ്യാഭ്യാസ വിങ്. വളരെ കാലികമായ ആലോചന മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഉണ്ടായി വരേണ്ട കാലമാണ്. നല്ല വിദ്യാഭ്യാസ സിസ്റ്റം നടക്കുന്ന ഒരൊട്ടനവധി നേതാക്കൾ അൽഹംദുലില്ലാഹ് ഈ നമ്മുടെ വേദിയിലുണ്ട്. സമന്വയ വിദ്യാഭ്യാസം വളരെ ഊർജ്ജസ്വലമായ വഴിയിൽ പോകുന്നു. അതല്ലാത്ത ആൾട്ടർനേറ്റീവായിട്ടുള്ള വിദ്യാഭ്യാസ രീതികൾ ധാരാളമായി ഉണ്ടായി വരുന്നു. കുട്ടികൾ പല നിലക്കുള്ള ട്രെൻഡുകൾ ഉണ്ടായി വരുന്നു. മുസ്ലിം സമുദായത്തിൽ ഇപ്പോഴും വേണ്ട വിദ്യാഭ്യാസത്തിൻ്റെ അജണ്ടകൾ എന്തൊക്കെയാണ് എന്ന് കേരളം നിശ്ചയിക്കുന്നത് മഹല്ലുകളിലൂടെ ആയിരിക്കണം. ഓരോ വർഷവും അതിൻ്റെ സാധ്യതകൾ കൂടുതലായിരിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി എങ്ങോട്ട് പോകണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുന്നു. ഏതെങ്കിലും നോട്ടീസ് കണ്ടാൽ അതിൻ്റെ പിന്നാലെ പോയിട്ട് വീഴുന്ന ഒരവസ്ഥയിലേക്ക് സമുദായത്തിലെ റിസോഴ്സ് മാറാൻ പറ്റില്ല. വലിയ ബുദ്ധിയുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ധാരാളം കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുഹമ്മദ് മുനവ്വർ എന്ന് പറയുന്ന ഒരു കുട്ടി കണ്ണൂർ ജില്ലയിൽ ഒരു കുഗ്രാമത്തിലായിരുന്നു. ആ കുട്ടി ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ചു. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 960 മാർക്ക്. 5ാം ക്ലാസ് മുതൽ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അരിച്ചു പൊറുക്കി പ്രാക്ടീസ് നടത്തുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏത് പാലയിൽ പോയിട്ടും ഉണ്ടായിട്ടില്ല. ഇതൊരു മുസ്ലിം സമുദായത്തിലെ സുന്നി ബാലവേദിയിലൂടെ വളർന്ന ഒരു കുട്ടി. അത്ഭുതകരമായിരുന്നു ആ കുട്ടി. ഡൽഹിയിൽ എയിംസിൽ ആ കുട്ടി പഠിക്കുന്നുണ്ട്. മഹല്ല് കമ്മിറ്റി സടകുടഞ്ഞണീച്ചു. ആ കുട്ടിക്ക് അംഗീകാരം കൊടുത്തു. മദ്രസയിൽ പഠിച്ച കുട്ടിയാണ്. വലിയ ബുദ്ധിയുള്ള കുട്ടി, ആലോചനയുള്ള കുട്ടി, തീരുമാനം എടുക്കാൻ പറ്റുന്ന കുട്ടികൾ. എന്തുകൊണ്ട് നമുക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ദുആ കൊണ്ട് തുടങ്ങിയ ഒരു മജ്ലിസിൽ പരീക്ഷ എങ്ങനെ നന്നായിട്ട് എഴുതാം, അത് ഈമാനികമായ രീതിയിൽ അവതരിപ്പിക്കാമല്ലോ. മഹല്ല് ഫെഡറേഷൻ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയേണ്ടത്? പരീക്ഷയെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ വരണേ എന്ന് പറയുമ്പം ഏപ്രിൽ മെയ് മാസത്തിൽ കണ്ടമാനം സംഘടനകൾ പരിപാടിക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം നമ്മുടെ മദ്രസയിൽ ആ കുട്ടികളെ വിളിച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ മുന്നിൽ വെച്ചിട്ട് കുട്ടിക്കോട് 2-3 മണിക്കൂർ നേരം ചോദ്യത്തിന് ഉത്തരം കുട്ടി ആ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്താൽ ആ കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് തരുമല്ലോ. നിനക്ക് ഇന്നതാകാൻ പറ്റുക, നിനക്ക് വാഫിക്ക്, നിനക്ക് ഇന്നടത്തേക്ക് പോകാം. നീ മെക്കാനിക്കലാണ് കുട്ടി, മെക്കാനിക്കലായ ഒരു കുട്ടീനെ സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് അയച്ചുകൊണ്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കണം. നിൻ്റെത് ലാംഗ്വേജാണ്, നിൻ്റെത് മാനവികമാണ്, നിൻ്റെത് മാനേജ്മെൻ്റാണ്, നിൻ്റെത് റിസർച്ചാണ്. നീ പ്രഭാഷകനാകാൻ പറ്റും, നീ പണ്ഡിതനാകാൻ പറ്റും. ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ ടൂളുകൾ നിലവിലുണ്ട്. അത് മഹല്ലിന് ഉപയോഗിക്കാം. അതിൻ്റെ ചിലവ് കൊടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറാണ്. അത് കൊടുക്കാത്തതുകൊണ്ട് ഏതെങ്കിലും മിഷണറി നടത്തുന്ന ഓഫീസിൽ പോയിട്ട് ആളുകളത് ചെയ്യുന്നു. നമ്മുടെ മദ്രസ അതിന് ഉപയോഗിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് പോലെ കുട്ടിൻ്റെ കയ്യിൽ ഫയലുമായിട്ട് കുട്ടിയോട് ഉപദേശിച്ചു കൊടുക്കാൻ പള്ളിയിലെ ഉസ്താദ് ഉണ്ടാകുകയും മഹല്ല് കമ്മിറ്റിയുടെ ആളുകൾ ഉണ്ടാകുകയും ചെയ്യുമ്പം ജീവിതത്തിൻ്റെ അവസാനം വരെ ആ കുട്ടി എത്ര വലുതായാലും പള്ളി മദ്രസയോട് ആ കുട്ടിക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവൂലേ, ഒരടുപ്പം ഉണ്ടാവൂലേ? അത് നമുക്ക് ചെയ്യാൻ പറ്റും. 17 ലക്ഷം ആളുകൾ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു സമയമാണ് കേരളത്തിൽ.
ജൂൺ ജൂലൈ മാസത്തിൽ പരീക്ഷ നടക്കാൻ പോകുന്നത് എന്താ ലാസ്റ്റ് ഗ്രേഡ്. സർക്കാർ ഓഫീസിലെ സാധാരണ ആളെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മളതിന് ചെറുതായി കാണണ്ട. 10ാം ക്ലാസ് അതിന് വേണ്ടു എന്ന് വിചാരിച്ച് ചെറുതായി കാണണ്ട. അതിൽ കയറിയ ഒരു കുട്ടി തഹസിൽദാറാകും, അതിൽ കയറിയ കുട്ടി ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആകും, അതിൽ കയറിയ കുട്ടി ഒരു ഉന്നതമായ സ്ഥാനത്ത് പ്രമോഷൻ വഴി കിട്ടും. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ കുട്ടിക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. അതിൻ്റെ കോച്ചിങ് മദ്രസയിൽ വെച്ച് നടക്കുകയാണെങ്കിൽ, അതേക്കുറിച്ച് ഉസ്താദ് ദീനിയായ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞ് സമൂഹത്തെ പ്രചോദിപ്പിക്കുകയാണെങ്കിൽ ആ ജനറേഷൻ നമ്മളെ കൂടെ ഉണ്ടാവും. അവൾ വെറുതെ ഗൾഫിൽ പോയിട്ട് 1000 ദിർഹംസിൻ്റെ ജോലി ചെയ്തിട്ട് കഷ്ടപ്പെട്ട് വരുന്നതിന് പകരം ഏതാണ്ട് ഒരു 20-ൻ്റെയും 30-ൻ്റെ ഇടയിൽ കുട്ടിക്ക് മാസത്തിൽ കിട്ടുകയും മഹല്ല് കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആക്കിയിട്ട് അവനെ തിരഞ്ഞെടുക്കുകയും അവൻ നാട്ടിലുണ്ടാകുകയും ചെയ്യുന്ന ഒരു ആലോചനയല്ലേ. മിടുമിടുക്കനായ ഒരു കുട്ടി, അവൻ IAS-കാരനോ സയൻറ്റിസ്റ്റോ ലോകം ശ്രദ്ധിക്കുന്ന പണ്ഡിതനോ ആക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ അത് പള്ളി തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. ഞാനതാ പറയുന്നത്. മഹല്ലിന് അതിനൊരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളൊരവസ്ഥയിലേക്ക് വരണം. അങ്ങനെ വരുമ്പം വലിയൊരു സമൂഹം നമ്മളെ കൂടി ഉണ്ടാകും. ആ നിലക്കുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ ആലോചനകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകണം. വൈവിധ്യമുള്ള ബുദ്ധിയെ കാണണമെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. വൈവിധ്യമുള്ള ബുദ്ധി. 9ാം ക്ലാസ്സിലെ ഒരു കൊച്ചുകുട്ടി ഒരു ദിവസം ടീച്ചറോട് മനോഹരമായൊരു വർത്തമാനം പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർമ്മിക്കും. സമുദായത്തിലെ കുട്ടികളെക്കുറിച്ച് പറയുന്നിടത്താണ്. നീ കഴിഞ്ഞ ആഴ്ചയും വന്നില്ല, ഇന്നും വന്നില്ല, ഇന്നലെയും വന്നില്ല, എന്താ നിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ നേരെ നിന്നിട്ടൊരു കുട്ടി ടീച്ചറോട് പറഞ്ഞു, ഇന്നലെ വന്നതിൻ്റെ കാരണം, വരാത്തതിൻ്റെ കാരണം നിങ്ങൾ എന്നോട് ചോദിക്കണ്ട, എൻ്റെ പള്ളിയിൽ ഹൗലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ടീച്ചർ അന്തം വിട്ടുപോയി. പള്ളിയിലെ കാര്യം ഞാൻ ചോദിക്കൂല. കുട്ടിയോട് പറഞ്ഞു, നീ എന്നാൽ പിന്നെ പള്ളിയിലെ കാര്യമാണെങ്കിൽ നീ ഇരുന്നോ എന്ന് പറഞ്ഞു. ഉച്ചക്ക് ഈ അധ്യാപിക വന്നിട്ട് ചോദിച്ച ചോദ്യമുണ്ട്, സാറ് നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ ഹൗള് എന്ന് പറഞ്ഞിട്ടെന്തോ പരിപാടി ഉണ്ടായിനോ? ചെക്ക ഇന്നലെ വന്നിട്ടില്ല, അതിന് കാരണം വന്നതാന്ന് പറഞ്ഞു. ഞങ്ങൾ രക്ഷപ്പെട്ടു തൽക്കാലം ടീച്ചറെ മുന്നിൽ. വൈകുന്നേരം വരാന്തയിലൂടെ നടന്നു പോകുന്ന പയ്യനെ മാടി വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ടീച്ചറോട് പറഞ്ഞത്? അപ്പോൾ കുപ്പായത്തിൻ്റെ കോളർ പിടിച്ചിട്ട് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്, അതെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് അപ്പോഴങ്ങ് ഉപയോഗിച്ചതാ, നിങ്ങളായിട്ടത് കൊളാക്കണ്ട. ആ കുട്ടി ലോകത്തെവിടെയൊക്കെയോ ഉണ്ട്. ഒരുപക്ഷെ ഇത് ഓൺലൈനിലേക്ക് പോകുമ്പോൾ അവൻ കണ്ടിച്ചിരിക്കുന്നുണ്ടാവും. അവൻ ജീവിക്കുന്നുണ്ട്. ബുക്ക് വായിക്കാൻ അവനെ പറ്റില്ല, പഠിക്കാനപ്പോൾ അവന് പറ്റില്ല. പക്ഷേ ഒരു സിസ്റ്റം നിയന്ത്രിക്കാനുള്ള അത്ഭുതകരമായ വ്യക്തിവിശേഷത്തോടു കൂടി ജനിച്ച് അവനങ്ങനെ വളരുന്നുണ്ട്. നിങ്ങൾ അവനെ കാണാതെ പോകരുത്. പഠിക്കുന്ന കുട്ടിക്ക് മാത്രം മാർക്കറ്റുള്ള ലോകമല്ല. ചിന്തിക്കുകയും ഇടപെടുകയും ആത്മവിശ്വാസം കാണിക്കുകയും ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ കുട്ടിക്കും ലോകത്ത് മാർക്കറ്റ് കൂടി വരികയാണ്. സമുദായത്തിൽ ഒരുപടി കുട്ടികൾ ലോകത്തിൻ്റെ ധാരാളം ഭാഗങ്ങളിലേക്ക് പോകണം. സമ്മേളനത്തിൽ ചിലപ്പോൾ അവർ വന്നുകൊള്ളുന്നില്ല, പക്ഷെ ഒരു സമ്മേളനം സ്പോൺസർ ചെയ്യാൻ അവർക്ക് പറ്റും. അങ്ങനെയൊക്കെയുള്ള ആളുകൾ വളരുന്നുണ്ട്. അവരെ കാണണം. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 3ാമത്തത് മഹല്ലിലെ കുടുംബ മേഖലയാണ്, മസ്ലഹത്തുമായി ബന്ധപ്പെട്ട മേഖല. അതിലാണ് 2 പ്രോജക്റ്റുകൾ അൽഹംദുലില്ലാ കേരളത്തിലെ ചരിത്രമായി മാറാൻ പോകുന്ന. ഇവിടെ കൂടിയിരിക്കുന്ന പല ആളുകൾക്കത് അറിയാം. നമ്മൾ തരാൻ പോകുന്ന ഡോക്യുമെൻറ്റേഷൻ CD-യിൽ അതേക്കുറിച്ചുള്ള നല്ല ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 പദ്ധതികൾ സമുദായം ഏറ്റെടുത്തു. ഒന്ന് 2 വർഷം മുമ്പ് ആരംഭിച്ച, ബഹുമാന്യരായ നേതാക്കൾ സമ്മതിച്ചിട്ട് ആരംഭിച്ച ഇസ്ലാമിക് പ്രീ മാരിറ്റൽ കോഴ്സ്. വിവാഹത്തിന് മുമ്പുള്ള 18 വയസ്സുള്ള പെൺകുട്ടിക്കും 23 വയസ്സുള്ള ആൺകുട്ടിക്കും വിവാഹ ജീവിതത്തെക്കുറിച്ച് അവരുടെ കാലത്തിനനുസരിച്ചുള്ള ചിന്താഗതികൾ മാറ്റിക്കൊടുക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ്. അത് വെറും ഒരു കോഴ്സിൻ്റെ വർത്താനല്ല നടത്തിയത്. ആ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ 10-15 കൊല്ലം മുമ്പ് മറ്റ് കമ്മ്യൂണിറ്റികൾ. അവരുടെ എന്താ നടക്കുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ടതിനെ നമ്മൾ റിസർച്ചിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്ലാമികമായ ഭാഷയിലേക്ക് മനഃശാസ്ത്രപരമായ കാര്യങ്ങളെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. 7 മൊഡ്യൂളുകളാണ്, 7 ക്ലാസ്സുകളാണ്. ആ ക്ലാസ് എടുക്കാൻ 55 നല്ല പണ്ഡിതന്മാരായുള്ള ചുറുചുറുക്കുള്ള ഉസ്താദുമാരെ 100-ലേറെ ആളുകളിൽ നിന്ന് പരീക്ഷ നടത്തിയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരിൽ പലരും ഈ സദസ്സിലുണ്ട്. കോഴിക്കോട് വെച്ച് അവർക്ക് നിരന്തരമായി ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കേരളത്തിലേക്ക് ഇങ്ങനെ വരികയായിരുന്നു. 30 കുട്ടികളുണ്ടാകും. നിങ്ങൾക്ക് ആ പ്രോഗ്രാം നടത്താം. ഒരു മഹലിൽ പറ്റൂലെങ്കിൽ അടുത്ത 2 മഹലിൽ നിന്ന് കൂട്ടിച്ചേർത്തിട്ട് നടത്താം. 18 പെൺകുട്ടികൾക്ക് വേറെ, 18 വയസ്സുള്ള പെൺകുട്ടികൾക്ക് വേറെ, 23 വയസ്സുള്ള ആൺകുട്ടികൾക്ക് വേറെ.
അപ്പം മുസ്ലിം ഉമ്മത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നിടത്തേക്ക് നമ്മൾ വന്നു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് മറ്റൊരാലോചന, എന്തിനാണ് അങ്ങനെ ചെയ്തത്? വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന പുതിയ ദമ്പതിമാരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റി. അത് ബഹുമാനരായ നേതാക്കളെ ബോധ്യപ്പെടുത്തി. എന്താ പ്രശ്നം എന്നറിയോ? വളരെ വേറിട്ട പ്രതീക്ഷയോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ് ആണും പെണ്ണും. അവർ സീരിയലിൽ കാണുന്ന, അവർ യൂട്യൂബിൽ കാണുന്ന, അവർ പുസ്തകത്തിൽ വായിക്കുന്ന സാങ്കല്പിക ലോകമാണ് വിവാഹം. ജീവിതത്തിൽ യാതൊരു ടെൻഷനും ഉണ്ടാകാൻ പാടില്ല എന്ന് ശഠിക്കുന്ന പുതിയ തലമുറയിലെ ആണും പെണ്ണും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് 1 മാസം കഴിയുമ്പോഴേക്ക് പൊട്ടിച്ചിതറിയ ജീവിതം, അല്ലെങ്കിൽ അസ്വസ്ഥതയുള്ള ജീവിതം. ആണ് വേറെ ചിന്തിക്കും, പെണ്ണ് വേറെ ചിന്തിക്കും. പഴയതുപോലെ സപ്പോർട്ട് സിസ്റ്റം കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് ഏറ്റെടുക്കാൻ ആരും ഇല്ലാതെ വരും. അങ്ങനെ ന്യൂക്ലിയർ കുടുംബത്തിലെ പുതിയ തലമുറയിലെ ഭാര്യയും ഭർത്താക്കന്മാർ അസ്വസ്ഥതയോടുകൂടി വിവാഹ ജീവിതം നയിക്കുമ്പോൾ അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് മാനസികമായി പ്രയാസം ഉണ്ടാകും, സ്വഭാവത്തിലുള്ള വൈകല്യം ഉണ്ടാവും. പിന്നെയും അവരെ നന്നാക്കാനുള്ള ദാവാ പ്രവർത്തനങ്ങളും വാതും നമ്മൾ നടത്തും. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് മദ്രസയിൽ നിന്ന് നേരത്തെ കിട്ടുന്ന അടിസ്ഥാനപരവും പ്രാഥമികവുമായ വിദ്യാഭ്യാസത്തിൻ്റെ അപ്പുറത്ത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പരിശീലനമാണ്. ഞങ്ങൾ ഇങ്ങനെയേ ചോദിക്കാറുള്ളൂ അവരോട് ഒരൊറ്റ ചോദ്യം: നിങ്ങൾ ഒരു പുതിയ ഉൽപ്പന്നം വാങ്ങി, നിങ്ങളൊരു വാഷിംഗ് മെഷീൻ വാങ്ങി, നിങ്ങളൊരു പുതിയ AC വാങ്ങിയാൽ അത് ഒരുപക്ഷെ 5 കൊല്ലോ 10 കൊല്ലോ നിങ്ങൾ ഉപയോഗിക്കും. 5 കൊല്ലോ 10 കൊല്ലോ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ യൂസർ മാനുവൽ ഉപയോഗിച്ചിട്ടാവും. എന്നാൽ 5ഉം 10ഉം കൊല്ലമൊന്നുമല്ല സ്വന്തം കയ്യിലേക്ക് വരുന്ന ഒരു ആണിനെ പെണ്ണ് കൂടെ കൊണ്ട് നടക്കുന്നത്, ഒരു പെണ്ണിനെ ആണ് കൂടെ കൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് ഈ ആണിനെക്കുറിച്ച് എന്ത് യൂസർ മാനുവൽ അങ്ങടെ കയ്യിലില്ല. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, എന്നാൽ പിന്നെ കല്യാണത്തിന് മുമ്പ് യൂസർ മാനുവൽ അങ്ങ് പഠിച്ചു കളയാം. അങ്ങനെ പറ്റൂല. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഒരാണിന് പെണ്ണിനെ സൂക്ഷ്മമായി പഠിച്ചിട്ട് അവളുടെ ചിന്തകളെയും ഫീലിങ്ങുകളെയും പ്രശ്നങ്ങളെയും ആലോചനകളെയും ടേസ്റ്റുകളെയും പഠിക്കാനുള്ള ചില സാവകാശവും അവധാനതയും കൊടുത്താൽ ആ പെണ്ണിനോടുള്ള സമീപനം മാറും, ആണിനോടുള്ള സമീപനം മാറും. കേരളത്തിലെ പല മഹല്ലുകളിലും പെണ്ണ് കാണാൻ ഉറപ്പിച്ചാൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പെണ്ണിനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുരിദാർ കൊടുക്കുന്ന നാടുണ്ട്, മിഠായി കൊടുക്കുന്ന നാടുണ്ട്. പക്ഷെ വ്യാപകമായി വരുന്നത് വലിയ സ്മാർട്ട് ഫോണും 2000 ഉറുപ്പിയുടെ റീചാർജ് കൂപ്പണും. അത് 1000 ആയിരുന്നു, ഇപ്പം നോട്ട് മാറിയപ്പോൾ 2000-ൻ്റെതാണ്. എന്നിട്ടോ കാരണവന്മാർ പറയും അവർ തമ്മിൽ സംസാരിച്ചിട്ടൊന്ന് സെറ്റാവട്ടെ. എന്തൊരു സെറ്റാവല! നിക്കാഹിന് മുമ്പേ പാതിരാത്രി 12 മണിക്ക് അങ്ങേ തലക്കും ഇങ്ങേ തലക്കും ഫോണ്, എന്നിട്ട് കരളെ തേനെ എന്നൊക്കെ വർത്താനം പറയുന്നൊരു അന്തരീക്ഷം ഉണ്ടാകുക. ഈ പെണ്ണ് വിചാരിക്കുന്നു, പഠിച്ചോനെ വിവാഹ ജീവിതത്തിൽ എന്നെ വരിക്കാൻ പോകുന്ന ഈ ചെറുക്കനുണ്ടല്ലോ ഫലൂത പോലത്തെ പെരുമാറ്റ. ആണ് വിചാരിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ ഐസ്ക്രീം പോലത്തെ പെരുമാറ്റ. അവർ ജീവിതത്തെക്കുറിച്ച് വിചാരിക്കുന്നത് വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഫലൂതയും ഐസ്ക്രീമും ചേർന്നൊരു വലിയ സംഗതിയാണ്. എന്നാൽ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നും, അയ്യോ ഏത് കൊമ്പാ പിടിച്ചത്. 2-ാം മാസത്തിൽ ഫാമിലി കൗൺസിലർ അടുത്ത് വന്നിട്ട് പറയൂ, ഇത് ഒന്ന് ഒഴിവാക്കി തരണം, ഉപ്പാനോട് പറയണം. ഇങ്ങനെയൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിച്ചത്. ജീവിതത്തിൻ്റെ പ്രതീക്ഷകളാണ് പ്രശ്നം. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. അൽഹംദുലില്ലാ പലരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊണ്ട് ധാരാളം വാപ്പമാർക്ക് മനസ്സമാധാനം ഉണ്ടായി, ധാരാളം ഉമ്മമാർക്ക് മനസ്സമാധാനം ഉണ്ടായി. 2 വർഷം ഈ പദ്ധതി ഓടിയപ്പോൾ ബഹുമാന്യരായ നേതാക്കളുടെ മുന്നിൽ മറ്റൊരാശയം കൂടി വന്നു. ഇതിങ്ങനെ പറ്റൂലല്ലോ, ഇതൊന്നും കിട്ടാതെ കുറേ കുട്ടികൾ ജനിച്ചിട്ടുണ്ടല്ലോ, അവരെ എങ്ങനെ സമീപിക്കണം എന്ന് പറയുന്ന ഒരു ആലോചനയും കൂടി വേണ്ടേ? മുടി ഇങ്ങനെ ചെത്തി നടക്കുന്ന കുട്ടി നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ തർക്കുത്തരം പറയുന്ന കുട്ടി, മൊബൈൽ രാത്രി 12 മണിയായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വന്തം തലച്ചോറിന് വിഷ്വൽ മീഡിയക്ക് അടിമയാക്കി നിർത്തുന്ന കുട്ടിയോട് ഉമ്മ എങ്ങനെ സംസാരിക്കണം, വാപ്പ എങ്ങനെ സംസാരിക്കണം, ചെറുപ്പത്തിലേ തുടങ്ങിയാൽ എങ്ങനെ ഒരു സമൂഹത്തെ, ഒരു ജനറേഷനെ കൈകാര്യം ചെയ്യാൻ പറ്റും, അതിന് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് എന്ന് പറയുന്ന 2ാമത്തെ പദ്ധതി നമ്മൾ ആലോചിച്ചു. അൽഹംദുലില്ലാ മറ്റു മതസമൂഹത്തിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിൽ നേരത്തെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാം വളരെ വ്യാപകമായി നടന്നതായിട്ട് നമുക്കറിയാം. എന്നാൽ കേരളീയ മതസമൂഹത്തിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു പാരൻറ്റിങ് കോഴ്സ് ഇത്ര ചിട്ടയായിട്ട് അൽഹംദുലില്ലാ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കീഴിൽ നമ്മുടെ കീഴിലാണ് സാധിച്ചത്. നമ്മളൊരു 3 മാസമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. കോഴിക്കോട് കുന്നമംഗലത്ത് ബഹുമാനരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച ഈ പദ്ധതിയുടെ അന്തസത്ത എന്താണ്?
ആകെയിൽ 3 ക്ലാസ്സും അതിന് മുമ്പുള്ള ഒരു ഓറിയൻറ്റേഷനും. ആരാ ക്ലാസ് എടുക്കുന്നത്? നിങ്ങൾ ഡോക്യുമെൻ്റ് ഷീറ്റിൽ കാണും. പരിശീലനം സിദ്ധിച്ച ഗുണനിലവാരമുള്ള മഹല്ല് ഫെഡറേഷൻ ഔദ്യോഗികമായി അംഗീകരിച്ച അധ്യാപകർ, പരിശീലകർ അവർ വരും. അതിന് ജില്ലയിൽ ഒരു കോർഡിനേറ്ററുണ്ട്, അതിന് സോണൽ കോർഡിനേറ്ററുണ്ട്. നിങ്ങൾ അവരൊന്ന് വിളിക്കണം, ഇന്നടത്ത് ക്ലാസ് വേണം, നിങ്ങളുടെ നാട്ടിലെത്തും, ആളുകളെ സംഘടിപ്പിക്കണം, ഒരു ഓറിയൻറ്റേഷൻ അതെന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. അത് കഴിഞ്ഞ് 3 ക്ലാസ്സുകൾ, 3 ക്ലാസ്സിനും ഇന്ന വിഷയമേ സംസാരിക്കാവുള്ളൂ, അത് ഇന്ന രീതിയിൽ തുടങ്ങണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 3 ക്ലാസ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ അഡ്വാൻസ് കോഴ്സ് ജില്ലകൾ കേന്ദ്രീകരിച്ച് താല്പര്യമുള്ള ആളുകളെ പഠിപ്പിക്കാനുള്ള ആലോചനയുമുണ്ട്. നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്താണ് ഈ കോഴ്സ് എന്ന് ഈ സമ്മേളനം തീരുന്നതിന് മുമ്പ് ഒന്നുകൂടി പരിചയപ്പെടണം. അതിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർമാരുടെ ഫോൺ നമ്പറുകൾ വാങ്ങണം. നിങ്ങളുടെ ജില്ലയിലുള്ള സോണൽ കോർഡിനേറ്റർമാരുടെ നമ്പറുകൾ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ പോകാവുള്ളൂ. വരുന്ന റമദാനിലെങ്കിലും നിങ്ങൾ പ്രഖ്യാപനം നടത്തണം. റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് ഈ കോഴ്സുകളുടെ 1ാമത്തെ ബാച്ച് പൂർത്തിയായ മഹല്ല് എന്ന നിലയിലേക്ക് വരാൻ പറ്റണം. കോഴിക്കോട് ജില്ലയിലാണ് അൽഹംദുലില്ലാ ഏറ്റവും വൃത്തിയായി ഈ കോഴ്സുകൾ നടത്തിയിട്ടുള്ളത്. ഉള്ളതെടുത്ത് പറയണമല്ലോ. ഇതിൻ്റെ തുടക്കം കാസർഗോഡ് ജില്ലയിൽ ബഹുമാന്യനായ CT അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിലാണ് നടന്നത്. വളരെ കൃത്യമായി പദ്ധതികൾ നടക്കുന്നു. ഇത് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കൃത്യമായൊരു മസ്ലഹത്ത് സംവിധാനത്തിന്, ചേർപ്പിക്കുന്ന സംവിധാനത്തിന്, മനസ്സമാധാനത്തിന് വേണ്ടിയുള്ളതെല്ലാം ഇന്ന് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കീഴിലുണ്ട് നമ്മൾ വിശ്വസിക്കുക. ഇനി നമ്മൾ ഇങ്ങനെയും കൂടി ചിന്തിക്കാം. 5ഓ 10ഓ മഹല്ലുകൾ ചേർന്നിട്ട് ഓരോ ഓഫീസ് കുടുംബ പ്രശ്നങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യട്ടെ. അവിടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അതൊരു മതപണ്ഡിതനുണ്ട്, അതിലൊരു മനഃശാസ്ത്ര കൗൺസിലറുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ സിറ്റിംഗ് നടക്കും. എന്തിനാ ചാനലിൻ്റെ മുമ്പിൽ പോയിട്ട് സമുദായത്തിന് കരയിക്കുന്നത്? എന്തിനാ പാർട്ടി ഓഫീസിൽ വെച്ച് പ്രശ്നങ്ങൾ തീർക്കേണ്ടി വരുന്നത്? ഒരു 10 മഹല്ല് കൂടിയാൽ നമുക്ക് അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടാക്കാം. അതിൻ്റെ അകത്ത് ആഴ്ചയിൽ സിറ്റിങ്ങിൽ ഇസ്ലാമികമായി പരിഹരിക്കുന്ന, ഒന്ന് ദുആ ചെയ്തിട്ട് പരസ്പരം പൊരുത്തപ്പെട്ട് പിരിയുന്ന രീതിയിലേക്ക് ഇസ്ലാമിക മസ്ലഹത്ത് സംവിധാനത്തിന് നമുക്ക് ആലോചിക്കാം. ഇത് ഞാൻ 3ാമത്തെ പദ്ധതിയായിട്ട് പറഞ്ഞു. 4ാമത്തത് മഹല്ല് റിലീഫ്. സാമ്പത്തികമായ ചൂഷണത്തിന് വിധേയരായിട്ട് മതപരിവർത്തനത്തിന് വിധേയരാകേണ്ടി വരുന്ന ധാരാളം കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ മിക്സ് ചെയ്ത് ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ജോലിക്കൊക്കെ പോകും, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കൊണ്ട് ജീവിക്കും. മഹലിന് ഭൂമിശാസ്ത്രമായ വല്ല അതിർത്തികളൊന്നുമില്ല. ചിലപ്പോൾ അതിർത്തിക്കകത്തൊരു സങ്കലനമായി ജീവിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് പാവപ്പെട്ട മുസ്ലിം കുടുംബത്തെ സ്വാധീനിക്കുന്നതിൻ്റെ സാധ്യതകൾ പല മഹല്ലുകളിലും നമ്മൾ നേരത്തെ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മളുടെ മഹല്ല് സംവിധാനത്തിലെ റിലീഫ് സിസ്റ്റത്തിനെ നമുക്ക് എങ്ങനെയാണ് കാലോചിതമായി ചെയ്യാൻ പറ്റുക? അതിന് റമദാൻ വരാൻ പോവാണ്. അൽഹംദുലില്ലാ വളരെ നന്നായി റിലീഫ് നടത്തുന്ന മഹല്ലുകൾ കേരളത്തിലുണ്ട്. ഒരു ദിവസം 1 രൂപ എന്ന് പറഞ്ഞിട്ട് മൈക്രോ ഫിനാൻസ് രീതിയിലൊരു മഹല്ല് 1200 വീട്ടുകാരുണ്ട്. ഒരു ദിവസം ഒരു വീട് 1 ഉറുപ്പിക അത് ഇങ്ങനെ ഇട്ടേക്കണം. കുട്ടികളും ഉമ്മയിടും താത്തയിടും. മാസത്തിൽ അത് കളക്ട് ചെയ്യാൻ എന്താ ചെയ്തത്? മഹല്ലെ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് ഒരു ചെറുപ്പക്കാരന് 10ഓ 20ഓ വീട്ടിൻ്റെ ഉത്തരവാദിത്തം കൊടുത്തു. അയാൾ ആകെയിൽ മഹലിന് വേണ്ടി ചെയ്യേണ്ടത് വീട്ടിൽ പോയി ബെല്ലടിച്ചിട്ട് ആ പൈസ സ്വരൂപിച്ചിട്ട് എത്തണം. ഒരു വർഷം മഹലിൻ്റെ കയ്യിൽ 4ഓ 5ഓ ലക്ഷം ഉറുപ്പിക റിലീഫിന് വേണ്ടി കിട്ടി. ഒരാൾ കൊടുക്കുമായിരിക്കും. പക്ഷെ മൈക്രോ ഫിനാൻസ് രീതിയിൽ പഴയ പിടിയരി ഉണ്ടല്ലോ, അത് ഇട്ടിട്ടുണ്ടാക്കുന്ന അരി ലേലം ചെയ്തിട്ട് കിട്ടുന്ന പൈസയുടെ മൈക്രോ ഫിനാൻസിൻ്റെ ഒരു സംഘടിതമായ ശക്തിയുണ്ട്. അതൊരു ഷെയറിംഗ് ഉണ്ട്, ഇതിലൊരു സമ്പർക്കമുണ്ട്. റമദാനിൽ ചില കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. മഹത്തായ റിലീഫ് പരിപാടി എന്ന് പറയുന്ന ബാനർ, എന്നിട്ട് ആ ബാനറിൽ 5 കിലോൻ്റെ അരി ഇങ്ങനെ അട്ടിയായി വെച്ചിട്ടുണ്ടാവും. റിലീഫ് പരിപാടി, അതിനെ മഹത്തായ റിലീഫ് പരിപാടി എന്നാ പേര്. 5 കിലോ അരിക്ക് 7×5 35, 350 400 ഉറുപ്പികയാണ് ഗുണനിലവാരമുള്ള അരിക്ക്. എന്നിട്ട് നാട്ടിലെ ഏറ്റവും സാധുവിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ പ്രസിഡന്റ് എന്ന് ഞാൻ പറഞ്ഞ നേരത്തെ അടയാളപ്പെടുത്തിയ ഒരാളുണ്ടല്ലോ, അദ്ദേഹം ഇതെടുത്ത് കൊടുക്കുന്ന ഫോട്ടോ പത്രത്തിൽ വന്നാൽ സമാധാനമായി. ആ മനുഷ്യന് 400 ഉറുപ്പികയുടെ അരി കൊടുത്തിട്ട് അയാളുടെ ജീവിതത്തിൻ്റെ അഭിമാനം മുഴുവനും പറിച്ചെറിയാൻ അത് പുറത്തുള്ള സംഘടനകൾ ചെയ്യട്ടെ. മഹല്ല് കമ്മിറ്റി അങ്ങനെ ചെയ്യരുത്. നിങ്ങളൊരു സർവേ എടുക്കണം. സർവേ എടുക്കാൻ നമ്മുടെ കയ്യിൽ ടൂളുണ്ട്. സർവേക്ക് നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്. 600 മഹലിലെ വീട്ടിലും കയറി ഇരുന്നിട്ട് നിങ്ങൾക്കറിയാൻ പറ്റും ഈ ഗ്രേഡിൽ വരുന്ന വീട്ടുകാർ എത്രയുണ്ട്. കിണറില്ല, വെള്ളമില്ല, ടോയ്ലറ്റില്ല.
ഇലക്ട്രിഫിക്കേഷൻ നടത്തിയിട്ടില്ല. അവരെ ഒരു കൊല്ലം രക്ഷപ്പെടുത്തിയാനുള്ള സംവിധാനം. ആ വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്, അതൊക്കെ ഒരു തട്ടുകട കൊടുത്താൽ അയാളെടുത്ത് അടുത്ത വർഷം റെസീറ്റും കൊണ്ട് നമുക്ക് പിരിവിന് പോകാം. മറിച്ച് എൻ്റെ കയ്യിൽ 100 ഉറുപ്പികയുണ്ടെങ്കിൽ ആ 100 ഉറുപ്പികന ഞാൻ 100 കോയിനാക്കി മാറ്റിയിട്ട് 100 ആൾക്ക് കൊടുത്തയാളായിട്ട് ഞാൻ മാറുകയും വാങ്ങുന്നയാൾ എപ്പോഴും വാങ്ങപ്പെടുന്ന ആളായി മാറുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഏറ്റവും സന്തോഷമെന്ന് വിചാരിച്ച് നിൽക്കരുത്. ഒരു കൊല്ലത്തെ റിലീഫ് കൊണ്ട് ഒരാളെങ്കിലും രക്ഷപ്പെടണം. അടുത്ത കൊല്ലത്തെ കൊണ്ട് അയാളെയും കൂടി ഉപയോഗിച്ച് വേറൊരാളെ രക്ഷപ്പെടുന്ന നിലക്ക് കേരളത്തിലെ പല മഹല്ലുകളും ഉസ്താദുമാരോട് സമ്മതമെടുത്തിട്ട് സക്കാത്ത് കൊടുക്കുന്ന ആളുകളെ കണ്ടെത്തിയിട്ട്, സംഘടിത സക്കാത്തല്ല വാക്യാൻ ഉപയോഗിക്കുന്നില്ല, അത് വക്കാലത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് അർഹരായ ആളുകളുടെ ലിസ്റ്റ് റമളാനിന് മുമ്പ് പ്രസിദ്ധപ്പെടുത്തിയിട്ട് വളരെ ഫലപ്രദമായി ചെയ്യുന്ന ആളുകളുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചപ്പോൾ, റമളാനിലൊക്കെ ആരോഗ്യ ദൃഢഗാത്തരായ ആളുകൾ സലാം പറയാനുള്ള പരിശീലനത്തിലായിരിക്കും ഇപ്പോൾ. എന്നിട്ട് വന്നിട്ട് അവർ വാങ്ങും, പോവുകയും പെരുപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ ഇല്ലാതെയാക്കണം. പ്രവാചകരുടെ മുന്നിൽ വന്നിട്ട് നിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിരിക്കുകയും കിടക്കുകയും ചെയ്യുന്നത് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പം അത് കൊണ്ടുവരാൻ പറയുകയും അത് ആ സമൂഹത്തിൽ വിൽപ്പന നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന 2 നാണയം ഉപയോഗിച്ചിട്ട് 1 നാണയം കൊണ്ട് നീ കാട്ടിൽ ചെന്നിട്ട് വിറക് വെട്ടിക്കൊണ്ടുവന്നിട്ട് നീ മാർക്കറ്റിൽ വിട്ടിട്ട് ജീവിക്കണമെന്നും മറ്റേ നാണയം കൊണ്ട് അന്നത്തെ അരിക്കുള്ളത് വാങ്ങണമെന്നും പഠിപ്പിച്ച പ്രായോഗികമായ ഒരു സാമ്പത്തിക ദർശനത്തിൻ്റെ ആളുകളാണ് നമ്മൾ. ഹൃദ്രോഗിയുണ്ട് നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഗൾഫിലേക്ക് വിളി വന്നു, 1.5 ലക്ഷം ഉറുപ്പ്യ വേണം അടിയന്തരമായ ഓപ്പറേഷന്. ഗൾഫ് കമ്മിറ്റി കൂടി, എന്നിട്ട് ഹൃദ്രോഗിയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള 1.5 ലക്ഷം ഉറുപ്പ്യ പെട്ടെന്ന് തന്നെ വന്നു. അതൊരു വലിയ ചാരിറ്റിയാണ്. എന്നാൽ വിളിച്ചു പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 1.5 ലക്ഷത്തിൻ്റെ ഓപ്പറേഷന് 1.5 ലക്ഷമില്ലാതെ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് 90,000-നോ 60,000-നോ ചെയ്യാൻ പറ്റുന്ന പാക്കേജുകൾ ഉണ്ടെങ്കിൽ മഹല്ല് കമ്മിറ്റിൻ്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം ആദ്യം അത് കണ്ടെത്തലാണ്. പാവങ്ങൾ വേർത്തിട്ടുണ്ടാക്കുന്ന 60,000 വെറുതെ കളയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കണം. അതിനുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കണം. ഹെൽത്ത് കാർഡുകൾ കൊടുക്കണം, ചാരിറ്റി കാർഡുകൾ കൊടുക്കണം, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഉണ്ടാക്കണം, നമുക്ക് വനിതാ പെൻഷനുകൾ കൊടുക്കാൻ പറ്റും, മഹിള വിധവാ പെൻഷനുകൾ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്ത് കൂടുമ്പോൾ നമ്മുടെ റിലീഫ് ഒന്നുകൂടി വ്യവസ്ഥാപിതമാകും. അതിന് വേറൊരു കമ്മിറ്റി ഉണ്ടാക്കണം, അതിൻ്റെ പേരും എഴുതി വെക്കണം. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 5-മത്തത് മഹല്ലിലെ യൂത്ത് വിങ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കൊണ്ട് എനിക്കതേക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. മഹല്ലിലെ യൂത്ത് വിങ് അടിസ്ഥാനപരമായി നമ്മൾ ജീവൻ വെപ്പിക്കേണ്ട ഒരു വിഭാഗമാണ്. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ചെറുപ്പക്കാരുമായി സംവദിക്കാൻ പറ്റുന്ന 1-ാം തര ഖത്തീബിനെ നിങ്ങൾ കണ്ടുവെക്കുക. ചിലപ്പോൾ ഈ സമ്മേളന നഗരിയിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അടുത്ത വർഷത്തിൽ നിങ്ങൾക്ക് നിലവിലുള്ള നല്ല ഖത്തീബ്, ജനങ്ങളുമായി ഇടപഴകുന്ന സോഷ്യൽ വർക്കറായ ഖത്തീബ്, അതാണ് വേണ്ടത്. പ്രസംഗിക്കാൻ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, ഇടപെടാൻ പറ്റുന്നൊരു ഖത്തീബ്, ന്യായമായി സംസാരിക്കുന്നൊരു ഖത്തീബ്. പുതിയാപ്പിള വീട്ടിലേക്ക് കയറുമ്പം വൃത്തികെട്ട പാട്ടും പാടിയിട്ട് മാമൂല് കിട്ടാതെ പാട്ട് നിർത്തൂല എന്ന് പറഞ്ഞ വൃത്തികെട്ട കൾച്ചർ മറ്റു മതസ്ഥരിങ്ങനെ നോക്കിക്കാണുമ്പം എവിടുന്നോ കാരണവന്മാർ കടം വാങ്ങിയിട്ട് ഈ പൈസ എടുത്തിട്ട് ഇവൻ്റെ കയ്യിൽ കൊടുത്ത ഈ ചെറുപ്പക്കാർ അത് നോക്കിയിട്ട് ഇത് പോരല്ലോ കാരണവറയെന്ന് പറയുന്ന അടുത്ത പല്ലവി കൂടി വാങ്ങിയിട്ട് വീണ്ടും കടം വാങ്ങി കൊടുത്തിട്ട് പാട്ട് നിർത്തിയിട്ട് മാത്രമേ പുതിയ ചെറുക്കനെ വീട്ടിലേക്ക് കയറുള്ളൂ എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടായ ഒരു മഹലിൽ ഒരു ഉസ്താദ് വന്നു. മറ്റേ ഉസ്താദിന് അതൊന്നും നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഉസ്താദ് വന്നു. ഉസ്താദ് ആ ചെറുപ്പക്കാരെ വിളിച്ചിരുത്തിയിട്ട് റൂമിലിരുത്തിയിട്ട് പറഞ്ഞു, ഇതിനൊരു മാറ്റം വേണ്ടേ, പകരം നിങ്ങളെ ഞാൻ പാട്ട് പഠിപ്പിക്കാം. കുട്ടികളെ നാഴ്ത്ത് പഠിപ്പിച്ചു, ബൈത്ത് പഠിപ്പിച്ചു. ഉസ്താദും 1-2 കല്യാണത്തിന് കൂടെ നിന്നു. എന്നിട്ട് കുട്ടികൾ അന്തസ്സോടെ പുതിയാപ്പിളെ അകത്തേക്ക് കയറുന്ന സിസ്റ്റം ഉണ്ടാക്കി. അതാരാ? ചില ജില്ലയിലൊക്കെ ഒട്ടകത്തിൻ്റെ മേലെ പുതിയാപ്പിളെ ഇരുത്തിയിട്ട് അവൻ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുമ്പോഴേക്കും ബൈക്കിൻ്റെ അകമ്പടിയോടുകൂടി ചായം പൂശിയിട്ട് വെടി പൊട്ടിച്ചിട്ട് റോഡ് ബ്ലോക്കാക്കിയിട്ട് ഇസ്ലാമികമായൊരു നിക്കാഹ് നടക്കുമ്പം ഒരു ഖത്തീബ് ഇടപെട്ടാൽ ആ ഖത്തീബ് മഹല്ലിലെ അധികാരികളുമായി മഹല്ലിലെ കമ്മിറ്റി ഭാരവാഹികളുമായി ഇഴചേർന്ന് പരസ്പര ആശയവിനിമയത്തോടു കൂടി പ്രവർത്തിച്ചാൽ, ഓറങ്ങനെ ശ്രമിക്കുന്നതെന്ന് കാണുമ്പോൾ ചിലപ്പോൾ പ്രസിഡന്റ് പറയും, അതല്ല എൻ്റെ മോൻ്റെ കല്യാണത്തിനും നടന്നത്, അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും ഇടപെടണ്ട.
അങ്ങനെയല്ല. നമ്മളതൊരു ഇടപെടലിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് മേലെ നിൽക്കുന്ന പ്രസിഡൻറ്റും ഖത്തീബും തമ്മിലുള്ള ചർച്ചയുള്ള ആശയവിനിമയത്തിലൂടെയാണ് സാധിക്കുക. അതിനവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇടപെടുന്ന ഖത്തീബ് ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന, ലളിതമായി സംസാരിച്ച് ജനങ്ങളോട് സംവദിക്കാൻ ശേഷിയുള്ള, പുതിയ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ഖത്തീബ് നിങ്ങളുടെ മഹലിലുണ്ടെങ്കിൽ, അയാൾ പണ്ഡിതനാവുകയും പ്രഭാഷകനാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അയാൾക്ക് ജീവിതത്തിലെ സൂക്ഷ്മത മാതൃകാപരമായി പുലർത്താൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ സപ്പോർട്ട് കൊടുത്താൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു നല്ല യുവജന വിങ്ങിനെ. ആറാമത്തൊരു പദ്ധതി മഹലിലെ ഇൻഫർമേഷൻ വിങ്ങാണ്. ധാരാളം പുതിയ വിവരങ്ങൾ നമ്മുടെ മഹല് നിവാസികൾക്ക് കൊടുക്കാനുണ്ട്. ഒരപേക്ഷ ഫോറം പൂരിപ്പിക്കാൻ എവിടെയെങ്കിലും പോകേണ്ടി വരരുത്. വെള്ളിയാഴ്ച അസറിന് ശേഷം ഇന്നയാൾ മദ്രസ ഓഫീസിലുണ്ടാകും, അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇൻഫർമേഷൻ സിസ്റ്റമായി, ഒരാൾക്ക് ഉത്തരവാദിത്വമായി. ഇതൊക്കെ നിലവിലുള്ള കമ്മിറ്റിയെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പദ്ധതിയാണ്. ഇതൊക്കെ വ്യവസ്ഥിതികളിലേക്കുള്ള പോക്കാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഈ സമ്മേളനത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ചർച്ച ചെയ്യുകയും നിങ്ങളുടെ നാട്ടിലെ ആലോചനകൾക്ക് വിധേയമാക്കുകയും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു മഹല്ല് ജമാഅത്ത് എന്നൊരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ വഴിമാറി സഞ്ചരിക്കുകയാണ് എന്ന ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്താൽ മാറ്റം നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ ആലോചനയിൽ തന്നെയാണ് മാറ്റങ്ങൾ വരേണ്ടത്. വേറിട്ട് ചിന്തിക്കുന്നൊരു ജനറേഷൻ ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. പലപ്പോഴും നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല, അവർ ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ജനറേഷൻ പള്ളി എന്ന് പറയുന്നൊരു വൃത്തത്തിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിന് ഇവിടെ കൂടിയിരിക്കുന്ന മഹല്ല് ഭാരവാഹികൾ തീരുമാനമെടുക്കുമ്പം അടിസ്ഥാനപരമായി വേണ്ടത് മഹല്ലിൻ്റെ അകത്തുള്ള ചേർച്ചയാണ്. ഞാൻ ഒരു ഭാഗത്ത് തിരിഞ്ഞു നിൽക്കുക, ഇയാൾ വേറെ ഭാഗത്ത് തിരിഞ്ഞു നിൽക്കുക, പ്രസിഡൻറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ സെക്രട്ടറി മാറി നിൽക്കുക, സെക്രട്ടറിയും പ്രസിഡൻറ്റും പറഞ്ഞപ്പോൾ ട്രഷറർ മാറി നിൽക്കുക, അങ്ങനെ തിരിഞ്ഞ് വല്ലാതെ നിൽക്കുന്ന ഒരു ചില മഹല്ല് കമ്മിറ്റികളുടെ സംഘ സിസ്റ്റത്തെ നമുക്ക് പലപ്പോഴും കാണേണ്ടി വന്നിട്ടുണ്ട്. നല്ല കൂട്ടായ്മ ഉണ്ടാകണം. വളരെ ചെറുതായി ഞാൻ ഇങ്ങനൊരു ആശയം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാം. മഹല്ല് കമ്മിറ്റിയുടെ യോഗം കൂടുമ്പോൾ യോഗത്തിൽ അജണ്ടയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വാഗത പ്രസംഗം കഴിഞ്ഞ് അധ്യക്ഷൻ്റെ ആമുഖം കഴിഞ്ഞാലുള്ള ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞ മാസം നമ്മളെടുത്ത തീരുമാനവും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പ്രവർത്തിച്ച മെമ്പറുടെ നല്ല പ്രവർത്തനത്തെ എടുത്തു പറയാനുള്ള ഒരു 10 മിനിറ്റ് സമയം അധ്യക്ഷനുണ്ടാക്കിയാൽ, പ്രസിഡൻ്റ് ഉണ്ടാക്കിയാൽ, ചെറിയൊരു ഉദാഹരണം, പ്രവർത്തിക്കാൻ കൂടെ ആളെ നിൽക്കും. നമ്മൾ ഒന്നാമത്തെ പണി ആഞ്ഞു വീശല, അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, പക്ഷേ ചെയ്യാൻ ആളില്ല. അങ്ങനെയല്ല പറയേണ്ടത്. ചെയ്ത ഏതെങ്കിലും ചെറിയ നന്മയെ ഏറ്റെടുത്ത് പിടിച്ചിട്ട് അത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു 5-10 മിനിറ്റ് മഹല്ല് ഭാരവാഹികളായ നമ്മൾ ഒന്ന് റോട്ടിലൂടെ ഇറങ്ങി നടന്ന് മഹലിലുള്ള ചെറുപ്പക്കാരെ പേരൊക്കെ പഠിച്ച് അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ നയപരമായ ഒരു പൊട്ടിത്തെറിയുടെ ഭാഷയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്ന വലിയ സിസ്റ്റം ഒരു ശരാശരി സംഘടനയായിട്ട് മാറും. അതുകൊണ്ട് എടുത്തു ചാട്ടമൊന്നും വേണ്ട. വളരെ ശാന്തമായി ഇടപെടുന്ന, വളരെ പക്വതയോടുകൂടി ചിന്തിക്കുന്ന, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പം സാധാരണ നമ്മൾ പറയാറുണ്ട്, പ്രോബ്ലംസ് ആർ നോട്ട് എക്സാക്ട് പ്രോബ്ലംസ് ആർ ചാൻസസ്. പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങൾ പലതും ചാൻസുകളാണ്, അവസരങ്ങളാണ്. അതുകൊണ്ട് മഹലിൽ പ്രശ്നങ്ങളുണ്ടായിട്ട് മഹലിൻ്റെ പ്രവർത്തനങ്ങളെ ചുരുക്കിക്കെട്ടാൻ ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ എത്തിക്കണ്ണികളൊക്കെ ഇങ്ങനെ മുളച്ചു വെക്കുമ്പോൾ ശാന്തമായി അതിനെ കാണാനും ശാന്തമായി അതിനെ നേരിടാനും ഉൾക്കാഴ്ചയോടുകൂടി പ്രവർത്തിക്കാനുള്ളൊരു പാകത ഒരു മഹല്ല് ജമാഅത്തിൻ്റെ സംഘത്തിന് ഉണ്ടാവുകയാണെങ്കിൽ ഒരു സംശയമല്ല, നമ്മുടെ സാമൂഹിക മേഖലയിൽ കേരളത്തിൽ ഏറ്റവും തിളക്കത്തോടെ ഉയർന്നു നിൽക്കുന്ന, പള്ളി കേന്ദ്രീകരിച്ച ഏറ്റവും വിശേഷപ്പെട്ട ഒരധികാര സ്ഥാപനമായി നമുക്ക് ഉയർന്നു വരാൻ സാധിക്കും. ഒരു സംഘടന എന്നൊരു പ്രയോഗത്തിൽ നിന്ന് മഹല്ല് കമ്മിറ്റികൾ മാറുകയും കർമ്മശേഷിയിലൂടെ വികസിപ്പിച്ചെടുത്ത ആലോചനയിലോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യാൻ
ഈ സമ്മേളനം ഒരു നിമിത്തമാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞ് 8:30 എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാസർഗോഡ് ജില്ലാ അധ്യക്ഷരും കേന്ദ്ര മുശാവറ അംഗവുമായ ഷെയ്ഖുന താത്ത അഹമ്മദ് മൗലവി സദസ്സിൽ ആശംസാ ഭാഷണം നിർവഹിക്കുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ما شاء الله. വളരെ പഠനാർഹമായ അതുപോലെ വളരെ പ്രായോഗികമായ 6 പദ്ധതികൾ ഇവിടെ മുഹമ്മദ് അലി സാഹിബ് അവർകൾ നമ്മുടെ മുമ്പിൽ വെച്ചു. അല്ലാഹു ജസാഹുല്ലാഹു ഖൈറൽ ജസാ. എന്നാൽ ഈ മഹല്ല് ജമാഅത്ത് വ്യവസ്ഥ എന്നുള്ളത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു അത്ഭുതമാണ്. ഈ അത്ഭുതത്തെ ലോകത്തിന് നാം പരിചയപ്പെടുത്തി കൊടുക്കാനും ബാധ്യസ്ഥരാണ്. ഇന്നത്തെ മഞ്ചേശ്വരം മുതൽ കന്യാകുമാരി വരെയുള്ള കുപ്പിയിൽ ഒതുക്കപ്പെട്ട കേരളത്തിൻ്റെ സ്വന്തമല്ല ജമാഅത്ത് മഹല്ല് വ്യവസ്ഥ. താജുദ്ദീൻ ചക്രവർത്തി പെരുമാൾ റളിയല്ലാഹു അൻഹു അവരുടെ സ്വാധീനത്തിലുള്ള മേഖലകളിലെല്ലാം ഈ മഹല്ല് ജമാഅത്ത് വ്യവസ്ഥ ഉണ്ട്. ഉദാഹരണത്തിന് ഉടുപ്പി ജില്ലയിലെ മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹു സ്ഥാപിച്ച ബാർക്കൂറിലെ പള്ളി തൊട്ട്, അതുപോലെ കർണാടക ദക്ഷിണ കന്നഡയിലെ കർണാടകത്തിൽ ബന്ദറിൽ ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹു ഉദ്ഘാടനം ചെയ്ത ആ പള്ളിയുടെ തൊട്ടും, അതുപോലെ കൊടകിൽ മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ ഈ മഹല്ല് ജമാഅത്ത് വ്യവസ്ഥ ഉണ്ട്. അത് നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട താജുദ്ദീൻ ചക്രവർത്തി പെരുമാൾ അവരുടെ ദീർഘദൃഷ്ടിയിൽ നിന്ന് ഉണ്ടായി നമുക്ക് ലഭിച്ച ഒരു മഹാകാര്യമാണ്. എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിരാക്ഷസനായിരുന്ന താജുദ്ദീൻ ചക്രവർത്തി പെരുമാൾ റളിയല്ലാഹു അൻഹു, അതായത് സാധാരണ ചേര രാജാക്കന്മാർ 12 വർഷമാണ് ഈ മേഖല ഭരിക്കൽ. 12 വർഷം കഴിഞ്ഞാൽ വേറൊരു ചേര രാജാവിനെ കൂട്ടിക്കൊണ്ട് ചക്രവർത്തിയാക്കും. എന്നാൽ ബഹുമാനപ്പെട്ടവർ 12 36 വർഷം ഈ മേഖലയിൽ ചക്രവർത്തിയായി വാണരുളിയത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിരാക്ഷസതയും അദ്ദേഹത്തിൻ്റെ തന്ത്രവും അതേപ്രകാരം നീതിയും കാരണമായിട്ടാണ്. എന്നാൽ ഇത് നമുക്ക്, ഞാൻ ആ ഭാഗത്ത് ദീർഘിപ്പിക്കുന്നില്ല, ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹു ബന്ദറിലെ പള്ളി, അതായത് മംഗലാപുരത്തെ പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് 3 വ്യവസ്ഥകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന്, ആദ്യം പള്ളിക്ക് ചുറ്റും 60 കോല് വീതം ഭൂമി വഖഫ് ചെയ്തു.
പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ഖാദിയായി നിശ്ചയിക്കുകയും ചെയ്തു. ഇതെന്താണ്? ഇത് അതായത് നിങ്ങൾക്ക് ശരീഅത്ത് നിർണയിച്ച് തരാം. അതായത് ഇവിടെ മുസ്ലിമീങ്ങൾ അതായത് ന്യൂനപക്ഷമായി ജീവിക്കേണ്ടവരാണ് എന്ന് മനസ്സിലാക്കിയ താജുദ്ദീൻ ചക്രവർത്തി പെരുമാൾ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്ത നിർദ്ദേശങ്ങളാണവ. എന്നിട്ട് നിങ്ങൾക്ക് ശരീഅത്ത് നിർണയിച്ചു തരാൻ, നിങ്ങളുടെ വിവാഹം, അതുപോലെ അനന്തരാവകാശം, അതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ദീനിയായ പേഴ്സണൽ ലോ, അത് വ്യക്തി നിയമം എന്ന് അത് നിയന്ത്രിച്ച് തരാൻ ഖാദിയെയും അത് നടപ്പിലാക്കാൻ ഒരു മഹല്ല് ജമാഅത്ത് സ്ഥാപിക്കാൻ ഭൂമിയും, അതേപ്രകാരം അത് ഇവിടുത്തെ ഭരണത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കളുമായി ചേർന്ന് അവരോട് സഹകരിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള അടിസ്ഥാനപരമായ നിർദ്ദേശത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ മഹല്ല് ജമാഅത്ത് വ്യവസ്ഥ. അതിനെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സാഹിബ് പറഞ്ഞതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഒരു മുസ്ലിം സൊസൈറ്റിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണോ അതെല്ലാം ഈ മഹല്ല് ജമാഅത്ത് ആലോചിച്ച് ചർച്ച ചെയ്തിട്ട് ഏതോ ഒരു കാര്യത്തിലും വേണ്ടതുപോലെ അപ്പോൾ തീരുമാനം എടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത്. മഹല്ല് ജമാഅത്ത് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അതിൽ ഉത്തരവാദിത്വം ഏൽക്കുന്നവർ ഈ മഹാ ഉത്തരവാദിത്വം ഇവിടെ ദീനുൽ ഇസ്ലാം നിലനിൽക്കാനുള്ള ഉപാധിയാണ് മഹല്ല് ജമാഅത്ത് വ്യവസ്ഥ. അത് തന്നെയാണ് പിന്നെ 725 വർഷത്തിന് ശേഷം വന്ന ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിൻ്റെ യാത്രാ ഡയറിയിൽ എഴുതുന്നു, ഞാൻ ബാർക്കൂറിൽ നിന്ന് മംഗളൂരിലെത്തിയപ്പോൾ ഇവിടെ വലിയ ശതമാനം മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒരു പട്ടണമാണ്. ഒരു സ്ഥലത്ത് തന്നെ 4000-ലധികം മുസ്ലിമീങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നുണ്ട്. അവരുടെ ഖാളി ബദറുദ്ദീൻ മഅബരിയും അവരുടെ രാജാവ് രാമദേവരാജൻ എന്ന ആളുമാണ്. ഇതാണ് നമുക്ക് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോടെ നൽകപ്പെട്ടിരിക്കുന്ന ജീവിത വ്യവസ്ഥ. ഒരു ന്യൂനപക്ഷമായിട്ട് ഇവിടെ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അന്ന് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ബഹുമാന്യനായ മുഹമ്മദ് അലി സാഹിബ് അവറുകൾ പറഞ്ഞ ആ പ്രോഗ്രാമുകളും പദ്ധതികളെല്ലാം വേണ്ടതുപോലെ നമ്മളെല്ലാവരും ഓരോ മഹല്ലിലും നടപ്പാക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മാഷാ അല്ലാഹ്, ഈ ലോകത്തിനു ഈ മഹല്ല് ജമാഅത്ത് വ്യവസ്ഥയുടെ മഹത്വം നാം പഠിപ്പിച്ചു കൊടുക്കാൻ കൂടി ബാധ്യസ്ഥരാണ്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇത് കൊണ്ടുവരണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. SMF-ന് അതിനുള്ള തൗഫീഖ് നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, ഇനി നമുക്കിവിടെ ഈ നടന്ന സെഷനുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി പ്രദർശനമാണുള്ളത്. ആ ഡോക്യുമെൻ്ററി പ്രദർശനത്തിന് മുമ്പായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ആ ഡോക്യുമെൻ്ററി പ്രദർശനത്തോടു കൂടി ഇന്നത്തെ ഈ സെഷൻ അവസാനിക്കുകയാണ് പൂർണ്ണമായി. നാളെ വളരെ നേരത്തെ ആരംഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇന്ന് നിസ്കാരം ഇവിടെ വെച്ച് നടക്കുമ്പോൾ കസേരകൾ നമ്മുടെ വളണ്ടിയർമാരും ബന്ധപ്പെട്ടവരും പുറത്തേക്ക് നീക്കും. പുറത്തേക്ക് നീക്കാൻ കാരണം ഭക്ഷണം കിറ്റുകളിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് ഡൈനിങ് ഹാളിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇല്ല. അതുകൊണ്ട് ആവശ്യമുള്ളവർ ഓരോ കസേര എടുത്ത് അതിൽ ഇരുന്ന് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക. കീസ് നിങ്ങളുടെ കയ്യിൽ വരും. പുറത്തുനിന്നാണ് കഴിക്കേണ്ടത്. അകത്ത് കഴിച്ചാൽ AC ആളായതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ വാസന വരും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ ഹാള് ഫ്രീ ആണ്. AC സംവിധാനമുള്ളതുകൊണ്ട് വിരിപ്പും സൗകര്യവും കൊണ്ടുവന്ന ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിടക്കാം. ഇത്ര സൗകര്യം അപ്പുറത്തില്ല. കാരണം അവിടെ AC ഇല്ല, നല്ല ചൂടാണ്. അകത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല.
ഈ സംവിധാനം ചെയ്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. മാത്രമല്ല, നിങ്ങൾക്ക് നാളെ ഉപയോഗിക്കാൻ 100 ബാത്റൂമുകൾ അവിടെയും 25 ടോയ്ലറ്റുകൾ ഇവിടെയുമാണുള്ളത്. അവിടെയുള്ള 100 ബാത്റൂമുകളിൽ 60 ബാത്റൂമിലാണ് ഷവറുള്ളത്, കുളിക്കാൻ പറ്റിയത്. ബാക്കിയുള്ളത് ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 60 ബാത്റൂമിൽ മാത്രമേ കുളിക്കാൻ സൗകര്യമുള്ളൂ. പിന്നെ തൊട്ടടുത്ത പള്ളിയിലും അനുബന്ധ സൗകര്യങ്ങളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കേണ്ടി വരും. സ്വാഭാവികമായും ഇത്രയും ആളുകൾ ഇവിടെ താമസിക്കുന്നുവെങ്കിൽ അല്പം തിരക്ക് വരും. അത് നിങ്ങൾ സഹിക്കണം. അതിനുവേണ്ടി പ്രഭാതത്തിൽ 4 മണിക്ക് തന്നെ ഉണർന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടത് കൊണ്ടാണ് ഇന്നത്തെ സെഷൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. നേരം പുലരുവോളം പ്രസംഗിക്കാൻ പറ്റിയ പ്രഗത്ഭരായ പ്രഭാഷകരും നേതാക്കളും നമ്മുടെ വേദിയിലുണ്ട്. അതൊക്കെ മാറ്റിവെക്കുന്നത് ഇന്ന് നേരത്തെ കിടന്നെങ്കിലേ നാളത്തെ സെഷൻ നമുക്ക് കൃത്യസമയത്ത് തുടങ്ങാൻ പറ്റൂ. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കി നിസ്കാര സമയത്ത് കസേര മാറ്റുമ്പോൾ ആ കസേര ഉപയോഗിച്ച് പുറത്തിരുന്ന് ഭക്ഷണം കഴിച്ച് ഈ ഹാളിൽ കിടക്കേണ്ടവരുടെയും ബാക്കിയുള്ള ആളുകൾക്ക് പ്രത്യേകമായി ഹോസ്റ്റൽ ഹാളിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് കെട്ടിടത്തിൻ്റെ അകത്തും സൗകര്യം ചെയ്തിട്ടുണ്ട്. അതും മതിയാകാതെ വരികയാണെങ്കിൽ അത്തരം ആളുകളെ ഉറക്കി കിടത്താൻ ആവശ്യമായ സൗകര്യം ബസ്സിന് കൊണ്ടുപോയിട്ടെങ്കിലും ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ക്യാമ്പിൽ നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് മുഴുവൻ പാലിച്ചിട്ടുണ്ട്. നേരത്തെ LCD അത് സ്ക്രീൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. 3 സ്ക്രീനുകൾ 8 മണിക്ക് കൊണ്ടുവന്ന് വെക്കാമെന്ന് പറഞ്ഞു. 8 മണിക്ക് തന്നെ 1 വെച്ചു. 8:30 ആയപ്പോഴേക്കും 3 ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സംവിധാനങ്ങളൊക്കെ വളരെ റെഡിയാണ്. ഇതുപോലെ ഇത് പൂർണ്ണമായി അവസാനിക്കുന്നവരെ നിങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു ഇതൊരു ഖൈറായ അമലാക്കി മാറ്റി തരുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഡോക്യുമെൻ്ററിയിലേക്ക് കടക്കുകയാണ്. ഡോക്യുമെൻ്ററി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ ജമാഅത്ത് നിർവഹിക്കപ്പെടും. എല്ലാവരും ഒതു എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ക്യാമ്പ് അംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണ വിതരണം ഡോക്യുമെൻ്ററി അവസാനിച്ചതിന് ശേഷമാണ്. ഭക്ഷണം നമ്മുടെ ക്യാമ്പ് ഹാളിൻ്റെ പുറത്ത് വിതരണം ചെയ്യപ്പെടുന്നതാണ്. ഒരു കാരണവശാലും കിച്ചണിൽ പോയി തിരക്കുണ്ടാക്കരുത്. ക്യാമ്പ് അംഗങ്ങൾക്കുള്ള ഭക്ഷണ വിതരണം ഡോക്യുമെൻ്ററി സമാപിച്ചതിന് ശേഷം ക്യാമ്പ് ഹാളിന് പരിസരത്ത് മെൻറ്റർമാരും വളണ്ടിയർമാരും വിതരണം ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ കിച്ചണിലേക്ക് പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സുന്നി യുവജന സംഘത്തിൻ്റെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ വിപ്ലവാത്മകമായ പദ്ധതിയായ പ്രീ മാരിറ്റൽ കോഴ്സിനെ പരിചയപ്പെടുത്തുന്ന ഒരു ദൃശ്യാവിഷ്കാരം വേദിയിൽ നടക്കുകയാണ്. ഒരു വീഡിയോ പ്രദർശനം. അതാണ് അടുത്ത നമ്മുടെ കാര്യപരിപാടി. സ്നേഹമുള്ളവരെ, ഡോക്യുമെൻ്ററി കഴിഞ്ഞിട്ടേ ഭക്ഷണം കൊടുക്കൂ. അതുകൊണ്ട് ഇപ്പോഴാരും ഭക്ഷണ ഹാളിലേക്ക് പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല. എല്ലാവർക്കും ഭക്ഷണം കൃത്യമായി നിങ്ങളെ കയ്യിൽ കീസിൽ നമ്മുടെ വളണ്ടിയർമാർ എത്തിച്ചു തരും. അതോടൊപ്പം തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ അതിൻ്റെ സംവിധാനം ആരംഭിക്കും. നിസ്കാരം കഴിഞ്ഞാൽ ഇമാം അവിടെ തന്നെ ഇരുന്ന് ഹദ്ദാദ് ചൊല്ലും. ആ ഹദ്ദാദ് കൂടി കഴിഞ്ഞിട്ടേ നിങ്ങൾ ഭക്ഷണത്തിന് പോകേണ്ടതുള്ളൂ. പട്ടിക്കാട് ജാമിഅ നൂരിയ വിദ്യാർത്ഥി സംഘടന നൂറുൽ ഉലമ പ്രസിദ്ധീകരിച്ച ഷെയ്ഖുന മുഹക്കിക്കുൽ ഉലമ AP ഉസ്താദ് കുമരമ്പത്തൂർ അനുസ്മരണ ഗ്രന്ഥം നമ്മുടെ സമ്മേളന നഗരിയിൽ ലഭ്യമാണ്. മുഴുവൻ ആളുകളും ഓരോ കോപ്പി കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൊന്നുപോലെ പോറ്റി വളർത്തിയ മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ, മക്കളുടെ തോരാത്ത കണ്ണുനീർ കാണാതിരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന സന്താന പരിപാലന രീതികൾ രക്ഷിതാക്കൾ സൂക്ഷിക്കണം. SMF വിഭാവനം ചെയ്ത സ്കൂൾ ഓഫ് പാരന്റിംഗ് കുറ്റമറ്റ രക്ഷാകർതൃത്വത്തിന് സഹായിക്കുന്നു. എന്തുകൊണ്ട് കുട്ടികൾ പിൽക്കാലത്ത് വഴിമാറുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്
ആരാണ് അതിൻ്റെ ഉത്തരവാദികളെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനമാണ്. എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ച പദം ഫിത്രത്ത് എന്നാണ്. ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു കളങ്കമില്ലാത്ത അത്രയ്ക്ക് പരിശുദ്ധമായ ഒരവസ്ഥയിലാണ് കുഞ്ഞിൻ്റെ പിറവി എന്ന്. അവനെ വിവിധങ്ങളായ വ്യക്തിത്വങ്ങളിലേക്ക്, ശീലങ്ങളിലേക്ക് നയിക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നാം തിരിച്ചറിയുന്നു. ഒരു കുട്ടി തൻ്റെ വളർച്ചയുടെ ഭിന്നങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവും വൈജ്ഞാനികവുമായ വികാസം സംഭവിക്കുന്നത് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ടാണോ നമ്മുടെ മക്കളെ വളർത്തുന്നത്? ഇത് തിരിച്ചറിയുകയും കുടുംബത്തിനകത്ത് സൗഹാർദ്ദപൂർണമായ, സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമികമായ സമൂഹത്തിൻ്റെ ഒരു സമ്പന്നമായ വികാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് നമ്മുടെ മഹല്ലുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മദ്രസകൾ കേന്ദ്രീകരിച്ച് മഹല്ലുകൾ തോറും കൃത്യമായ ചില മൊഡ്യൂളുകളെയും പരിചയസമ്പന്നരായ ആർപ്പിമാരെയും പരിശീലകരെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പഠന പദ്ധതിയുടെ ആദ്യഘട്ടത്തിലെ 3 ക്ലാസ്സുകളാണ് നടക്കുന്നത്. ഒരു കുട്ടിയുടെ വളർച്ചയുടെ 3 പ്രധാന ഘട്ടങ്ങളെ, കൗമാരം വരെയുള്ള 3 ഘട്ടങ്ങളെ പരിചയപ്പെടുത്തുകയും ഇക്കാലത്ത് കുട്ടിയിലുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ സ്വഭാവ വൈജാത്യങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കോഴ്സിൻ്റെ പ്രചാരണങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ കോഴ്സിൻ്റെ 2ാം ഘട്ടം എന്ന നിലക്ക് ഇതിൻ്റെ ഇത്തിരി കൂടി വിശാലമായൊരു തലം 5 സെഷനുകളിലായി നമുക്ക് ചെയ്യാവുന്നതാണ്. 6 മണിക്കൂർ നീണ്ട പ്രാഥമിക കോഴ്സും 12 മണിക്കൂർ ദൈർഘ്യമുള്ള അഡ്വാൻസ്ഡ് കോഴ്സും കേരളത്തിലെ നിരവധി മഹല്ലുകൾ വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. 50 വയസ്സിന് താഴെ പ്രായമുള്ള രക്ഷിതാക്കളാണ് ഈ കോഴ്സിന്റെ ഉപഭോക്താക്കൾ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കാൻ എന്റെ ബാപ്പാക്ക് ലക്ഷങ്ങൾ ഒരുപാട് ചെലവഴിക്കേണ്ടി വന്നു. പക്ഷെ ജീവിതം എന്തെന്ന് തിരിച്ചറിയാൻ കേവലം 600 രൂപയുടെ ഈ 6 ക്ലാസുകൾ വേണ്ടി വന്നു. എന്റെ ജ്യേഷ്ഠ സഹോദരിക്ക് ഈ ക്ലാസുകൾ ലഭിച്ചിരുന്നെങ്കിൽ എന്റെ ഉമ്മാക്ക് ഒരു മോളെ നഷ്ടപ്പെടില്ലായിരുന്നു. ആത്മഹത്യ മുനമ്പിൽ നിന്ന് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പ്രീ മാരിറ്റൽ ട്രെയിനിങ് കോഴ്സാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് മിഥ്യാധാരണകൾ വെച്ചു പുലർത്തുന്ന 3 യുവതികളുടെ തിരിച്ചറിവിന്റെ നേർസാക്ഷ്യമാണിത്. ഈ തിരിച്ചറിവിന് അവരെ സഹായിച്ചത് SMF സംസ്ഥാന തലത്തിൽ ഒരുക്കിയ പ്രീ മാരിറ്റൽ ട്രെയിനിങ് കോഴ്സാണ്. കേരളത്തിൽ അങ്ങോളമുള്ള മുസ്ലിം സമൂഹത്തിലെ കുടുംബ പശ്ചാത്തലത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളെ വിലയിരുത്തിയപ്പോൾ കേവലമായ പ്രഭാഷണങ്ങൾ കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും സംഘടിത പ്രവർത്തനങ്ങളെ കൊണ്ടും ഈ അസ്വസ്ഥതകളെ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാം, അതും കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള തൃക്കരിപ്പൂർ മേഖല കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രവർത്തനം കേരളത്തിലെ എല്ലാ മഹല്ലുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമ്മേളനത്തോടുകൂടി അത് അടിസ്ഥാനപരമായ എല്ലാ പ്രദേശത്തും ശാസ്ത്രീയമായി എത്തിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കുടുംബം തമ്മിലുള്ള ചർച്ച, കുടുംബത്തിന്റെ അകത്തുള്ള പൊരുത്തം, അവരുടെ ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മനഃശാസ്ത്രമായി ഉണ്ടാകേണ്ട ഇഴകിച്ചേരലുകൾ, ഇതെല്ലാം വളരെ സമഞ്ജസമായി അവതരിപ്പിക്കുന്ന 7 മൊഡ്യൂളുകൾ 3 മാസം ദൈർഘ്യമുള്ള ക്ലാസ്സുകളായി അല്ലെങ്കിൽ 2 ദിവസത്തെ ക്രാഷ് കോഴ്സുകളിലായി കേരളത്തിലെ മഹല്ല് കമ്മിറ്റികൾ
18 വയസ്സ് പൂർത്തിയാകുന്ന പെൺകുട്ടിക്കും 23 വയസ്സ് പൂർത്തിയാകുന്ന ആൺകുട്ടിക്കും അതൊരു കോഴ്സായി, ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമായി നടപ്പിൽ വരുത്തി വരികയാണ്. ബഹുമാന്യരായ നേതാക്കൾ ഇതിന് പിന്തുണ നൽകുന്നു. ലോകം മുഴുക്കെ ഇതിനെ കാതോർത്തുകൊണ്ട് ഏറ്റവും പുതിയ മാതൃകയായി ഏറ്റെടുക്കുകയും ചെയ്യുന്നു. 5000-ലധികം യുവതി യുവാക്കൾ 110ഓളം കേന്ദ്രങ്ങളിലായി SMF പ്രീ മാരിറ്റൽ ട്രെയിനിംഗ് കോഴ്സ് പൂർത്തീകരിച്ച് വിജയകരമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. സുന്നി മഹൽ ഫെഡറേഷൻ ഈ വ്യവസ്ഥാപിതമായ പദ്ധതി നമ്മുടെ മക്കൾക്ക് നൽകുന്നത് ഓരോ കുട്ടിയും പഠിച്ചിരിക്കുന്ന മഹല് അവരുടെ മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ചെന്ന് നടത്തിക്കൊടുക്കുക എന്ന ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിനാവശ്യമായി പ്രത്യേകം പരിശീലനം ലഭിച്ച 100-ൽ പരം വരുന്ന ട്രെയിനർമാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 16 വയസ്സായ പെൺകുട്ടികളും 21 വയസ്സായ ആൺകുട്ടികളുമാണ് ഈ കോഴ്സിലെ പഠിതാക്കൾ. ഏറെ സന്തോഷകരമെന്ന് പറയുന്നത് ഈ കോഴ്സ് പൂർത്തിയാക്കി വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു ചെന്ന യുവതി യുവാക്കൾക്കിടയിൽ അവരുടെ ദാമ്പത്തിക ജീവിതം ഏറെ സുഖകരവും സന്തോഷകരവുമായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത ദൈനംദിനം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബകലഹവും അസ്വാരസ്യങ്ങളും ഒളിച്ചോടലുകളും കേട്ടുകേൾവി പോലുമില്ലാത്ത മഹല്ലുകളായി നമ്മുടെ നാട് മാറാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം.